ഹായ് മക്കളെ, ഇറ്റ്സ് ഗോൺ ബി എ വെരി ലോങ് സെഷൻ. ഞാൻ നിങ്ങളുടെ ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം, നമ്മുടെ HSAക്ക് ശേഷം HSSTയുടെ ലോങ് ടേം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് HSAയുടെ ടെസ്റ്റ് സീരീസും കൂടെ അവൈലബിൾ ആയിരിക്കും. ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്തോളൂ. കുറച്ച് ക്വസ്റ്റ്യൻസ് നാളെയൊക്കെ ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോളൂ. ഓക്കെ, ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ സെഷനിലേക്ക് വരാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം ക്രിസ്റ്റൽ സിമ്മട്രിയുമായി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഒരുപാട് കുട്ടികൾ എന്താണെന്ന് അറിയത്തില്ല, സ്കിപ്പ് ചെയ്ത് പോകുന്ന ഒരു ടോപ്പിക്കാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നോക്കിക്കോളൂ, ഒരു ക്യൂബിന് എത്ര സിമ്മട്രി പ്ലെയിൻസ് ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്മട്രി പ്ലെയിൻസ് മക്കളെ ആലോചിച്ച് വെച്ചോ. ഓക്കെ, ക്യൂബിന് 2 സിമ്മട്രി പ്ലെയിൻസ് ആണുള്ളത്. ഏതൊക്കെ? റെക്ടാങ്കുലാർ പ്ലെയിൻ ഓഫ് സിമ്മട്രി. നോക്കണേ, റെക്ടാങ്കുലാർ പ്ലെയിൻ ഓഫ് സിമ്മട്രിയും അതേപോലെ ഡയഗണൽ പ്ലെയിൻ ഓഫ് സിമ്മട്രിയും ഞാൻ കാണിച്ചു തരാം. റെക്ടാങ്കുലാർ പ്ലെയിൻ ഓഫ് സിമ്മട്രി എന്ന് പറഞ്ഞാൽ 3 ഉണ്ടാകും. ഡയഗണൽ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 6 ആയിരിക്കും. സോ ഇൻ ടോട്ടൽ നമുക്ക് എത്ര എണ്ണം ഉണ്ടാകും? യെസ്, 9 പ്ലെയിൻ ഓഫ് സിമ്മട്രി ഉണ്ടാകും. ഇവിടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഡയഗണൽ പ്ലെയിൻ ഓഫ് സിമ്മട്രി. ഓക്കെ, ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ഇതൊന്നും വിഷ്വലൈസ് ചെയ്യൊന്നും വേണ്ട. 6 ഉണ്ട്. അതേപോലെ റെക്ടാങ്കുലാർ പ്ലെയിൻ ഓഫ് സിമ്മട്രി എത്ര ഉണ്ട്? യെസ്, ഫേസിന് ഓപ്പോസിറ്റ് ആണ്. കണ്ടോ, ഫേസിന് പാരലായിട്ട്, ഓപ്പോസിറ്റ് എന്ന് പറയുന്നതിനേക്കാൾ പാരലൽ എന്ന് പറയുന്നതായിരിക്കും നല്ലത് അല്ലേ? പാരലായിട്ട്, ഈ 2 ഫേസിന് പാരലായിട്ട്, അതായത് 2 ഫേസിന് പാരലായിട്ട് യെസ് ഒരു റെക്ടാങ്കുലാർ പ്ലെയിൻ ഓഫ് സിമ്മട്രി. നമുക്ക് ടോട്ടൽ എത്ര ഫേസാ? 6 ഫേസ്. അങ്ങനെയാണെങ്കിൽ 3 യെസ് റെക്ടാങ്കുലാർ പ്ലെയിൻ ഓഫ് സിമ്മട്രി. അതേപോലെ ഡയഗണൽ പ്ലെയിൻ ഓഫ് സിമ്മട്രി എത്രയാണ്? 6. അപ്പോൾ 3 + 6 എത്രയായിരിക്കും? 9. ഓപ്ഷൻ സി എന്ന് ആൻസർ വരും. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ക്യൂബിൽ എത്ര റൊട്ടേഷണൽ ആക്സിസ് ഉണ്ട് എന്നുള്ളതാണ്. ജസ്റ്റ് ആലോചിച്ച് വെച്ചോ മക്കളെ. 6 C2 ആക്സിസ് ഉണ്ടാകും, 2 ഫോൾഡ് റൊട്ടേഷൻ. അതേപോലെ 3 C4 ആക്സിസ്, അതേപോലെ 4 C3 ആക്സിസ്. ഇങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. 3 4 3 4 എന്ന് 3 4 3 4. ഓക്കെ, അപ്പോൾ എത്രയായിരിക്കും? 6 3 9, 9 3 9 4 എത്രയാണ്? 13. യെസ്, 13 റൊട്ടേഷണൽ ആക്സിസ് ഉണ്ടാകും. ഇത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി കേട്ടോ. അടുത്തത്, ഏത് ക്രിസ്റ്റൽ സിസ്റ്റത്തിലാണ് എല്ലാ ആംഗിളുകളും തുല്യമായിരിക്കും? അതായത് നമ്മുടെ ആൽഫ ഇസ് ഈക്വൽ ടു ബീറ്റ ഇസ് ഈക്വൽ ടു ഗാമ തുല്യമായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും എന്ന് പറയാം. പക്ഷേ നീളങ്ങൾ വ്യത്യാസമായിരിക്കും. അതായത് A നോട്ട് ഈക്വൽ ടു B നോട്ട് ഈക്വൽ ടു C എന്നുള്ള രീതിയിൽ. ഏത് സിസ്റ്റമാണ്? 7 ക്രിസ്റ്റൽ സിസ്റ്റംസ് ഉണ്ട് അല്ലേ? ക്രിസ്റ്റൽ സിസ്റ്റംസ് ഉണ്ട്. ഇവിടെ ട്രൈക്ലിനിക് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, ട്രൈക്ലിനിക്കും കൂടെ നമുക്ക് യൂട്യൂബിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ പറ്റും. സിമ്പിളായിട്ട് ഓരോന്നും എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളത് ഒരു ഷോർട്ട് ട്രിക്ക് വഴി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. മുകളിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഇതേതാണ് മക്കളെ? ഓർത്തോറോംബിക് ആണ്. A നോട്ട് ഈക്വൽ ടു B നോട്ട് ഈക്വൽ ടു C, ആൽഫ ബീറ്റ ഗാമ 90 ഡിഗ്രി. ഏതായിരിക്കും? യെസ്, സിംപ്ലി ഓർത്തോറോംബിക്. ഓക്കെ, നെക്സ്റ്റ് വൺ, 3 ഡയമെൻഷനിലെ ആകെ ബ്രാവിയസ് ലാറ്റിസുകളുടെ എണ്ണം. ഇതും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? യെസ്, ഒരു കോഡും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. 3241121 അല്ലേ? 1121. അതേപോലെ CTOT HMT നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. CTOT HMT ഇതിലൊക്കെ കാണാൻ പറ്റും. ഓർത്തോറോംബിക്കിൽ 4 സിസ്റ്റവും പ്രസൻ്റ് ആണല്ലേ? അതായത് സിമ്പിൾ ക്യൂബ്, ബോഡി സെൻറ്റേർഡ്, ഫേസ് സെൻറ്റേർഡ്, അതേപോലെ ഹെൻ സെൻറ്റേർഡ്, ഇതൊക്കെ കാണാൻ പറ്റും. ഇതൊക്കെ ചോദിച്ചേക്കാം. ഇനി എൻ സെൻറ്റേർഡും ഇതാണ് മിക്കവാറും ചോദിക്കാറ്. മോണോക്ലിനിക്കിൽ ഏതൊക്കെ ക്യൂബിക് ലാറ്റിസ് കാണാൻ പറ്റും? ഏതൊക്കെയാണ്? സിമ്പിൾ ക്യൂബും എൻഡ് സെൻറ്റേർഡുമാണ്. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ ആകെ ബ്രാവിയസ് ലാറ്റിസ് ടോട്ടൽ സം എടുത്താൽ മതി. എത്രയായിരിക്കും? ഇതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യെസ് 7 ക്രിസ്റ്റൽ സിസ്റ്റത്തിൽ ടോട്ടൽ ബ്രാവിയസ് ലാറ്റിസ് എത്രയാണ്? യെസ് 14 ആണ്. ഓപ്ഷൻ സി. നെക്സ്റ്റ് വൺ 15. 3 ഡയമെൻഷണൽ ക്രിസ്റ്റലോഗ്രാഫിയിൽ എത്ര പോയിന്റ് ഗ്രൂപ്പ് ഉണ്ട്? പോയിന്റ് ഗ്രൂപ്പ് കണ്ടുപിടിക്കാനുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. യെസ്, അപ്ലോഡഡ് ആണല്ലേ? പോയിന്റ് ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ പല രീതിയിലുള്ള പോയിന്റ് ഗ്രൂപ്പ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ പോയിന്റ് ഗ്രൂപ്പ് മക്കളെ 32 ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെച്ചോളൂ. ഓക്കെ, 6. ഈ ചോദ്യം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കണം ഏതാണ്? ബ്രാഗ്സ് ഇക്വേഷൻ ആണ് അല്ലേ? n ലാംഡ ഇസ് ഈക്വൽ ടു 2d സൈൻ തീറ്റ. നിങ്ങൾ ഫിസിക്സിൽ പോലും പഠിച്ചിട്ടുണ്ടാകും. യെസ്, ആദ്യഘട്ടം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിച്ച് മീൻസ് n എന്താണ്? 1 ലാംഡയാണ്. ലാംഡ തന്നിട്ടുണ്ട് അല്ലേ? 1 ആംസ്ട്രോങ് എന്ന് തന്നിട്ടുണ്ട്. 2 യെസ്. ഡി തന്നിട്ടുണ്ടോ? ഇല്ല, ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. സൈൻ തീറ്റ തന്നിട്ടുണ്ട് അല്ലേ? യെസ്, സൈൻ 30 എത്രയായിരിക്കും? സൈൻ 30 1/2. യെസ്,
കട്ട് ചെയ്ത് കൊളിഞ്ഞോളൂ. എത്രയാണ്? 1 ആങ്സ്ട്രോം എന്ന് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇന്റർപ്ലാനാർ ഡിസ്റ്റൻസ് അല്ലേ? ഓൾറൈറ്റ്, നെക്സ്റ്റ് വൺ. ഒരു പ്ലെയിനിൻ്റെ XYZ ആക്സിസുകൾ യഥാക്രമം 1 to ഇൻഫിനിറ്റി എന്നിങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എങ്കിൽ മില്ലർ ഇൻഡിസസ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ തരികയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? റെസിപ്രോക്കൽ എടുക്കണം അല്ലേ? ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്തോളൂ. 1/1, 1/2, 1/ഇൻഫിനിറ്റി. അപ്പോൾ 1/ഇൻഫിനിറ്റി ഇത് നോക്കിയേ. 1/ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം 1/ഇൻഫിനിറ്റിയുടെ വാല്യൂ എന്തായിരിക്കും? 0. എന്നിട്ട് നമ്മൾ LCM കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? LCM. ഓക്കെ, ഇതിൻ്റെ LCM എന്തായിരിക്കും? 1-ൻ്റെയും 2-ൻ്റെയും 2 തന്നെ ആയിരിക്കും. അപ്പോൾ LCM കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തോളൂ. എന്ത് വരും? 2, ഇവിടെ 1, 0. ഓക്കെ, ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, യെസ്, എന്ത് വരും? 2, 1, 0. എന്താണ് ചെയ്തിരിക്കുന്നത്? റെസിപ്രോക്കൽ എടുക്കുന്നു. യെസ്, റെസിപ്രോക്കൽ എടുക്കുന്നു. തന്നിരിക്കുന്ന ഇവരുടെ റെസിപ്രോക്കൽ എടുക്കുന്നു. എന്നിട്ട് LCM കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇത്ര കാര്യമേ ഉള്ളൂ. നമുക്ക് എന്ത് കിട്ടും? യെസ്, മില്ലർ ഇൻഡിസസ് കിട്ടും. നെക്സ്റ്റ് വൺ, മില്ലർ ഇൻഡിസസ് HKL അല്ലേ? യെസ്, ഇന്റർപ്ലാനാർ ഡിസ്റ്റൻസും തമ്മിലുള്ള റിലേഷൻ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. D = A/√(h² + k² + L² എന്നുള്ള രീതിയിൽ വരും. ദാറ്റ് ഈസ് ഓപ്ഷൻ B. ക്വസ്റ്റ്യൻ നമ്പർ 9, ഇന്റർസെപ്റ്റ്. എഗെയിൻ മില്ലർ ഇൻഡിസസ് കാണാനുള്ള ഒരു ചോദ്യമാണ്. സിമ്പിളായിട്ട് കണ്ടുപിടിക്കുക അല്ലേ? 1-1 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പറഞ്ഞോളൂ. 1-1 റെസിപ്രോക്കൽ എടുത്തോളൂ. 1, 1/ഇൻഫിനിറ്റി 1 എന്തായിരിക്കും? 1, 0, 1. LCM 1 തന്നെയാണ്. സിമ്പിളായിട്ട് കിട്ടും അല്ലേ? 1, 0, 1. ഓപ്ഷൻ D. ക്വസ്റ്റ്യൻ നമ്പർ 10, ഒരു ക്രിസ്റ്റൽ A ആറ്റങ്ങൾ കോർണറിൽ. ഇങ്ങനെയുള്ള പല ചോദ്യങ്ങൾ ചോദിക്കാം സോളിഡ് സ്റ്റേറ്റിൽ നിന്ന്. A ആറ്റം എവിടെയുള്ളത്? കോർണറിലാണുള്ളത്. യെസ്, അപ്പോൾ എത്ര കോർണർ ഉണ്ട് നമുക്ക്? യെസ്, 8 കോർണർ ഉണ്ട്. 1/8 × 8 അല്ലേ? നമുക്കറിയാം 1/8 പോർഷനാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ 1/8 × 8 1 വരും. ഇനി B ആറ്റങ്ങൾ എവിടെയായിരിക്കും? ഫേസ് സെൻറ്ററിലായിരിക്കും. 1/2 × എന്തായിരിക്കും? 6. അപ്പോൾ എന്തായിരിക്കും? 3 എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ എന്തായിരിക്കും? AB3 എന്നുള്ള രീതിയിൽ സിംപ്ലി നമുക്ക് കിട്ടുന്നതായിരിക്കും. AB3. ക്ലിയർ ആണല്ലോ? നമ്മുടെ ടെസ്റ്റ് സീരീസിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള. ആ കാര്യങ്ങളും നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. നെക്സ്റ്റ് വൺ, ഒരു CCP ഘടനയിൽ ഓരോ ആറ്റത്തിനും എത്ര ഒക്ടാഹെഡ്രൽ വോയിഡ് ഉണ്ടാകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. എന്താണെന്നറിയോ? CCP എന്ന് പറഞ്ഞാൽ എന്താണ്? FCC. അപ്പോൾ FCCയിൽ നിങ്ങൾക്കറിയാം എത്ര ആറ്റം ഉണ്ട്? 4 ആറ്റം ഉണ്ടെന്നതൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഒക്ടാഹെഡ്രൽ വോയിഡ്സ് അതും നിങ്ങൾക്കറിയാം. ടോട്ടൽ നമ്പർ ഓഫ് ഒക്ടാഹെഡ്രൽ വോയിഡ്സ് എത്ര തന്നെയായിരിക്കും? 4 ആയിരിക്കും. ഇനി ടെട്രാഹെഡ്രൽ ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ പറയും 2n ആണ്. അത് എത്രയായിരിക്കും? 8 ആണെന്ന് നിങ്ങൾ പറയും. പക്ഷേ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ടോട്ടൽ എത്രയാണ്? 4. പക്ഷേ ഇവിടെ ചോദിക്കുന്നത് ഓരോ ആറ്റത്തിനും എത്ര ഒക്ടാഹെഡ്രൽ വോയിഡ് ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് പെർ ആറ്റത്തിനാണ് മക്കളെ ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ 4 ആണ്. പക്ഷേ പെർ ആറ്റത്തിന് എത്രയായിരിക്കും? യെസ്, ഓരോന്നിനും എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലേ? 4 എണ്ണത്തിന് 4 ഒക്ടാഹെഡ്രൽ വോയിഡ്, അതായത് ഓരോന്നിനും 1. സോ ദാറ്റ് ഈസ് A1. അടുത്തത്, ബോഡി സെൻറ്റേർഡ് ക്യൂബിക് ലാറ്റിസിൻ്റെ പാക്കിംഗ് ഫ്രാക്ഷൻ. പാക്കിംഗ് ഫ്രാക്ഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എത്രയാണ്? ഇസ് ബോഡി BCC എത്രയായിരിക്കും? 68% ആണ്. സിമ്പിൾ ക്യൂബ് വരുമ്പോൾ എത്രയായിരിക്കും? 52.4% ആയിരിക്കും. FCC എത്രയായിരിക്കും? 74% ആണ്. ഇനി ഇതേപോലെ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആണെങ്കിലോ അവിടെയും എന്തായിരിക്കും? 74% ആയിരിക്കും. ആൻഡ് അഗെയിൻ ഇവിടെ നിന്ന് ചോദിക്കാവുന്ന വേറൊരു ചോദ്യം വോയിഡ് സ്പേസ് ആണ് അല്ലേ? വോയിഡ് സ്പേസ് എത്രത്തോളം ഉണ്ട് എന്ന് ചോദിക്കും. എത്രയായിരിക്കും? BCCയിൽ ബാക്കിയുള്ളത് എന്താണ്? 32% ആണ്. ഇവിടെ എത്രയായിരിക്കും? 26% ആണ്. ഇങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. സോ ദസ് ബിക്കം 68. ക്വസ്റ്റ്യൻ നമ്പർ 13, സൂപ്പർ കണ്ടക്ടിവിറ്റി കണ്ടെത്തിയത് ആദ്യമായിട്ട് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാമർലിംഗ് ഓണസ് ആണ്. ഓക്കെ, അപ്പോൾ സൂപ്പർ കണ്ടക്ടിവിറ്റിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് 2 കൺസെപ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മീസ്നർ എഫക്റ്റ് നിങ്ങൾ കൃത്യമായി പഠിച്ചിരിക്കുക. ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. ഓക്കെ, മീസ്നർ എഫക്റ്റ്. രണ്ടാമത്തത് ഇവരുടെ വലിയൊരു പ്രത്യേകത എന്താണ്? യെസ്, ദേ ഓഫേഴ്സ് നോ റെസിസ്റ്റൻസ് വെൻ കൂൾഡ് ബിലോ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ഈ ഒരു കാര്യം ആലോചിച്ച് വെക്കുക കേട്ടോ. ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് താഴെ ഇവരെ കൂൾ ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് എന്തായിരിക്കും? റെസിസ്റ്റൻസ് 0 ആയിരിക്കും. സൂപ്പർ കണ്ടക്ടേഴ്സിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. കൃത്യമായി മനസ്സിലാക്കുക.
ക്വസ്റ്റ്യൻ നമ്പർ 14 കോർഡിനേഷൻ നമ്പർ 8 ആകുന്ന ഘടന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മക്കളെ എല്ലാം അറിഞ്ഞിരിക്കണം കേട്ടോ. സിമ്പിൾ ക്യൂബ് എത്രയാണ്? 6 ആണ്. BCC എത്രയാണ്? 8 ആണ്. FCC എത്രയാ? 12 ആണ്. HCP ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങും ചോദിച്ചേക്കാം, എത്രയാണ്? 12 ആണ്. അപ്പോൾ സിമ്പിൾ ഏതാണ്? യെസ്, 8 ആണ് ചോദിച്ചിരിക്കുന്നത്. സിംപ്ലി നമുക്ക് പറയാം ദാറ്റ് ഈസ് BCC. ക്വസ്റ്റ്യൻ നമ്പർ 15 സൂര്യനിൽ നടക്കുന്ന ആണവ പ്രക്രിയ ഏതാണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. റേഡിയോ ആക്ടിവിറ്റിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ആ ടോപ്പിക്കിൽ വരുന്നതാണ് അല്ലേ. റേഡിയോ ആക്ടിവിറ്റി, ന്യൂക്ലിയർ റിയാക്ഷൻസ് ഓൾറെഡി ഞാൻ 30 ക്വസ്റ്റ്യനോളം സോൾവ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഓൾറൈറ്റ്, അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാത്തത്. അഗെയിൻ ബീറ്റ മൈനസ് ഡിക്കേ അല്ലേ, ഏത് മാറ്റമാണ് സംഭവിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. ബീറ്റ മൈനസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇതാ ഒരു ന്യൂട്രോൺ ഉണ്ടെന്ന് വിചാരിക്കുക. സോ ഇറ്റ് ബിക്കംസ് വാട്ട്? പ്രോട്ടോൺ അല്ലേ. യെസ്, ബീറ്റ മൈനസ് ഡിക്കേ. ആൻറ്റി ന്യൂട്രിനോ ഒക്കെ വരുമെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആൻറ്റി ന്യൂട്രിനോ. അപ്പോൾ ഇതിൻ്റെ റേഡിയോ ആക്ടിവിറ്റിയുടെ ഒരു സീരീസ് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അല്ലേ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായിരിക്കും? ഇവിടെയൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി. യെസ്, അറ്റോമിക് നമ്പർ കൺസർവേഷൻ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്തായിരിക്കും. ഒരു ന്യൂട്രോൺ പ്രോട്ടോണായി മാറുന്നു. സിമ്പിളായിട്ട് ആ സീരീസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. എത്രത്തോളം സമയമുണ്ടെന്ന് അറിയത്തില്ല, സ്റ്റിൽ. ഇനി ഒരു യൂണിറ്റ് സെല്ലിൽ കാണപ്പെടുന്ന ആറ്റങ്ങളുടെ പരമാവധി എണ്ണം ഈ ഘടനയിൽ ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം പ്രിമിറ്റീവ് 1 ആണ്, ബോഡി സെൻറ്റർ 2 ആണ്, FCC 4 ആണ്. നിങ്ങൾ FCC മാർക്ക് ചെയ്യും, തെറ്റാണ്. എന്തുകൊണ്ടാണെന്നല്ലേ? യെസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഡയമണ്ട് ആണ് മക്കളെ, ഡയമണ്ട്. എന്തുകൊണ്ടാണെന്നല്ലേ? ഡയമണ്ട് ആക്ച്വലി ഡയമണ്ടിൽ ടോട്ടൽ ഫുൾ എന്താണ്? കാർബണാണ്. നിങ്ങൾ P ബ്ലോക്കിൽ പഠിച്ചിട്ടുണ്ടാവും. ഡയമണ്ടിൽ എന്താണ്? കാർബണാണ്, ഫുള്ള് കാർബണാണ് അല്ലേ. കോവാലന്റ് നെറ്റ്വർക്ക് ഒക്കെയാണ്, sp3 ഹൈബ്രിഡൈസ്ഡ് ആണെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഡയമണ്ട് ഉള്ളത്, ഈ കാർബൺ എവിടെയൊക്കെയാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ FCCയിലും ഉണ്ട്, അതേപോലെ ഓൾട്ടർനേറ്റ് ടെട്രാഹെഡ്രൽ വോയിഡിലും ഉണ്ട്. FCC എന്ന് പറയുമ്പോൾ കോർണറിലും ഫേസിലും. ഓക്കെ, അപ്പോൾ ഇവിടെ FCC എന്ന് പറയുമ്പോൾ നമുക്കറിയാം 4 ആറ്റം ഉണ്ടാവും. ഇനി ഓൾട്ടർനേറ്റീവ് ടെട്രാഹെഡ്രൽ വോയിഡ്, FCC ടോട്ടൽ ടെട്രാഹെഡ്രൽ വോയിഡ് എത്രയാ? ടോട്ടൽ എത്രയായിരിക്കും? ഇവിടെ 4 ആണെങ്കിൽ ടോട്ടൽ ടെട്രാഹെഡ്രൽ വോയിഡ് എത്രയാ? 8. പക്ഷേ ഇവിടെ എന്താ ഉള്ളത്? ഓൾട്ടർനേറ്റ് ടെട്രാഹെഡ്രൽ വോയിഡ് ആണ്. അപ്പോൾ 4 + 4 എത്ര വരും മക്കളെ? 8 എന്ന് ആൻസർ വരും. സോ ഡയമണ്ട് ക്യൂബിക് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. FCC മാർക്ക് ചെയ്യും, നല്ലൊരു ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ് വൺ, ഒരു ഇലക്ട്രോൺ പ്രത്യേക സ്ഥാനത്ത് കാണപ്പെടാനുള്ള സാധ്യത ഇതിന് അനുപാതികമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം അല്ലേ, Chi², പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ ആണ് അല്ലേ. പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ ആണ്. യെസ്, Chi². ക്വസ്റ്റ്യൻ നമ്പർ 19 മൊഡ്യൂൾ 5മായി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. നോക്കൂ, 1 ഡയമെൻഷണൽ ബോക്സ് അല്ലേ, പാർട്ടിക്കിൾ ഇൻ 1 ഡയമെൻഷണൽ ബോക്സ് ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം. ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നോക്കൂ, പാർട്ടിക്കിളിൻ്റെ വേവ് ഫംഗ്ഷൻ ബൗണ്ടറി കണ്ടീഷനിൽ പാലിക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? സൈസ് ഈക്വൽ ടു 0 ആണ് അല്ലേ. സൈസ് ഈക്വൽ ടു 0. ഇതൊക്കെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് ചോദിക്കും മക്കളെ. ഈ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ ഏതെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ എന്തായാലും വരും. നിങ്ങൾ എല്ലാ ചോദ്യങ്ങളിലൂടെയും നിങ്ങൾ കടന്നു പോകണം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയ ചോദ്യങ്ങളാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത നോക്കി, 1 ഡയമെൻഷണൽ ബോക്സിൻ്റെ പാർട്ടിക്കിളിൽ ആദ്യത്തെ 2 ഊർജ്ജ നിലകൾ തമ്മിലുള്ള വ്യത്യാസം. സോ EN എന്ന് പറയുന്നത് എന്താണ്? n²h²/8 ml² ആണ്. ആദ്യത്തെ ഊർജ്ജനില എന്താണ്? n = 1. അപ്പോൾ എന്തായിരിക്കും? യെസ്, ഈ 1 എന്ന് പറയുന്നത് എന്തായിരിക്കും? E1 = h²/8 ml². സെക്കൻഡ് എനർജി ലെവൽ എന്തായിരിക്കും? യെസ്, 4. n² ആണല്ലേ, 2² എന്തായിരിക്കും? 8 ml². ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും? 3h²/8 ml². സിംപ്ലി നമുക്ക് കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 21 ഏത് ഓപ്പറേറ്ററിൻ്റെ ഐഗൺ ഫംഗ്ഷൻ ആണ് d/dx? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ക്വാണ്ടം മെക്കാനിക്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എന്തായിരുന്നു? ഒരു ഓപ്പറേറ്റർ A hat എന്നൊക്കെ പറയുന്ന ഓപ്പറേറ്റർ സൈയിൽ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? ആ ഐഗൺ ഫംഗ്ഷൻ എന്ത് കിട്ടണം? യെസ്, തിരിച്ച് കിട്ടണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റൂ? യെസ്, ഐഗൺ ഫംഗ്ഷൻ ആണെന്ന് പറയാൻ പറ്റൂ. അപ്പോൾ ഇതാ നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലേ. നോക്കിക്കോ, അതായത് ഒറ്റ കാര്യമുള്ളൂ, ഓപ്പറേറ്റ് ചെയ്തിട്ട് ഈ വേവ് ഫംഗ്ഷൻ നമുക്ക് എന്ത് കിട്ടണം? തിരിച്ച് കിട്ടണം. തിരിച്ച് കിട്ടിയാൽ നമുക്ക് എന്ത് പറയാം? ഐഗൺ ഫംഗ്ഷൻ. ഈ വാല്യൂവിനെ നമ്മൾ എന്ത് പറയും? ഈ ബീനെ നമ്മൾ എന്ത് പറയും? യെസ്, ഐഗൺ വാല്യൂ എന്ന് നമ്മൾ പറയും. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കി. d/dx ഓഫ് x² എന്തായിരിക്കും? 2x. x² തിരിച്ച് കിട്ടുന്നുണ്ടോ? ഇല്ല, ഐഗൺ ഫംഗ്ഷൻ അല്ല.
അടുത്തത് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് എന്തായിരിക്കും? യെസ് കോസ് എക്സ്. കിട്ടുന്നുണ്ടോ? സൈൻ എക്സ് തിരിച്ചു കിട്ടുന്നുണ്ടോ? ഇല്ല. അടുത്തെന്താണ്? എൽ എൻ എക്സ്. ഡി ബൈ ഡി എക്സ് ഓഫ് എൽ എൻ എക്സ് എന്താണ്? 1/x. തിരിച്ചു കിട്ടുന്നുണ്ടോ എൽ എൻ എക്സ്? ഇല്ല. അടുത്തെന്താണ്? ഡി ബൈ ഡി എക്സ് ഓഫ് ഇതേ പ്രോബ്ലം ആണ് കേട്ടോ. ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു കെ എക്സ് എന്താണ്? യെസ് കെ ഇ റേസ് ടു കെ എക്സ് എന്ന് നമുക്ക് കിട്ടും. വിച്ച് മീൻസ് ഇതാണ് നമ്മുടെ ഓപ്പറേറ്റർ മക്കളെ. ഇതാണ് നമ്മുടെ ഐഗൻ ഫംഗ്ഷൻ, നമ്മുടെ ഐഗൻ വാല്യൂ കെ. യെസ്, ഇത് തിരിച്ചു കിട്ടുന്നു. സോ എന്താണ്? ഇ റേസ് ടു കെ എക്സ് ആണ്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇതൊക്കെയാണ് പിള്ളേർ വിട്ട് കളയുന്നത്. സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് ആണ് കേട്ടോ, നോക്കിക്കോളൂ. നെക്സ്റ്റ് വൺ, ഹൈഡ്രജൻ ആറ്റത്തിന്റെ തരംഗ ഫംഗ്ഷൻ ആശ്രയിച്ചിരിക്കുന്നത് ആരൊക്കെയാണ്? യെസ് സൈ ടോട്ടൽ ആർ തീറ്റ ഫൈ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം അല്ലേ? ഇതും ഞാൻ പറഞ്ഞിട്ടുണ്ട്. യെസ് പോളാർ കോർഡിനേറ്റ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആർ ഓഫ് ആർ ആൻഡ് വൈ തീറ്റ ഫൈ അല്ലേ? ഇതെന്താണ്? റേഡിയൽ പാർട്ടാണ്. ആൻഡ് ദിസ് ഇസ് വാട്ട്? ദിസ് ഇസ് യുവർ ആംഗുലാർ പാർട്ട് അല്ലേ? ആംഗുലാർ പാർട്ട്. ഓക്കെ, ഇനി ചോദിക്കുന്ന വേറൊരു ചോദ്യം എന്താണെന്ന് അറിയോ? ഈ തീറ്റ പോളാർ ആംഗിൾ എവിടെ നിന്ന് എവിടത്തം വരികയാണെന്ന്? 0 to പൈ. ഓക്കെ, ഫൈ എന്തായിരിക്കും? 0 to 2π ആണ്. ഇതും മേ ബി ചോദിച്ചേക്കാം. അപ്പോൾ ഇതെന്തായിരിക്കും? റേഡിയൽ ആംഗുലാർ ഭാഗങ്ങൾ രണ്ടും എന്താണ്? ഡിപ്പെൻഡ് ചെയ്യും ഹൈഡ്രജൻ ആറ്റത്തിന്റെ ടോട്ടൽ വേവ് ഫംഗ്ഷൻ. ക്ലിയർ ആണല്ലോ? യെസ്. നെക്സ്റ്റ് വൺ, ഐഗൻ ഫംഗ്ഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള അടുത്തൊരു ചോദ്യം. ഐഗൻ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഓപ്പറേറ്റർ എന്താണ്? പി ഹാറ്റ്, മൊമെന്റം ഓപ്പറേറ്റർ ആണ്. അപ്പോൾ എന്തായിരിക്കും? -IH ക്രോസ് ഡി ബൈ ഡി എക്സ് ഓഫ് നമ്മുടെ വേവ് ഫംഗ്ഷൻ. ഇതെന്താണ്? ഐ ആണ് മക്കളെ. ഇ റേസ് ടു എന്തായിരിക്കും? ഐ കെ എക്സ്. അപ്പോൾ ഇതിനെ ഡി ബൈ ഡി എക്സ് ചെയ്താൽ പോരെ? -IH ക്രോസ് ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു ഐ കെ എക്സ്. അപ്പോൾ എന്തായിരിക്കും? ഈ ഐ കെ ഇങ്ങോട്ടേക്ക് വരും. ഐ കെ ഇ റേസ് ടു ഐ കെ എക്സ്. ഐ ഇൻറ്റു ഐ സ്ക്വയർ എന്താടാ? -1. ഐ സ്ക്വയർ എന്താ? -1. മൈനസ് ഇൻറ്റു മൈനസ് എന്തായിരിക്കും? പോസിറ്റീവ്. ഇസ് ഈക്വൽ ടു എച്ച് ക്രോസ് കെ ഇ റേസ് ടു ഐ കെ എക്സ് അല്ലേ? അപ്പോൾ നമുക്ക് വേവ് ഫംഗ്ഷൻ തിരിച്ച് കിട്ടി. നമ്മുടെ ഇതെന്തായിരിക്കും? ഐഗൻ വാല്യൂ എന്തായിരിക്കും എടാ? ഓപ്ഷൻ എ, എച്ച് ക്രോസ് കെ. സിമ്പിളായിട്ട് ചെയ്യാം. 24, സ്പെക്ട്രോസ്കോപ്പിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇവരുടെ എനർജി ഓർഡർ ഒക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഏതാണ്? ഇലക്ട്രോണിക് എനർജി. യെസ്, ഇലക്ട്രോണിക് എനർജി എന്ന് പറയുന്നത് എന്താണ്? ഗ്രേറ്റർ ആണ്. ആരെ കമ്പയർ ചെയ്യുമ്പോൾ? യെസ്, വൈബ്രേഷണൽ എനർജിയെ കമ്പയർ ചെയ്യുമ്പോൾ. ആൻഡ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ വാട്ട്? റൊട്ടേഷണൽ എനർജി. പറ്റും. ഓക്കെ, ജസ്റ്റ് നോക്കിക്കോളൂ. ഇലക്ട്രോണിക് എനർജി എന്തായിരിക്കും? ഗ്രേറ്റർ ആയിരിക്കും കമ്പയർഡ് ടു വൈബ്രേഷണൽ എനർജി. വൈബ്രേഷൻ എനർജി ഇസ് ഇൻഡീഡ് ഗ്രേറ്റർ ദാൻ വാട്ട്? റൊട്ടേഷണൽ എനർജി. സോ ഓപ്ഷൻ എന്തായിരിക്കും? ഓപ്ഷൻ ബി. ഇതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 25, രാമൻ സ്പെക്ട്ര അല്ലേ? ഇതിൻ്റെ ഏതിൻ്റെ ഫലമാണ്? യെസ്, ഇൻഇലാസ്റ്റിക് സ്കാറ്ററിംഗ് ആണ് അല്ലേ? യെസ്, രാമൻ സ്പെക്ട്രോയുമായി റിലേറ്റഡ് ആയിട്ട് 20 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ആ വീഡിയോ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഓക്കെ, യെസ്, 20 ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യും. ഇനി ഞാൻ ആഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അറ്റോമിയ ക്ലാസ്സസിൻ്റെ യൂട്യൂബ് ചാനലിൽ പോയിട്ട് സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, 20 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റോക്സ്, ആൻറ്റി സ്റ്റോക്സ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സെലക്ഷൻ റൂൾസ് ഒക്കെ കാര്യങ്ങൾ അതൊക്കെ കണ്ടിട്ട് വേണം എക്സാം ഹാളിൽ പോകാൻ. ഓക്കെ, ഇവിടുന്ന് ഒക്കെ ചോദ്യം ചോദിക്കും. ഫോട്ടോണുകളുടെ ഇൻഇലാസ്റ്റിക് സ്കാറ്ററിംഗ് ബൈ മോളിക്യൂൾസ്. ഓക്കെ, ഫോട്ടോൺസിൻ്റെ ആണ്. ഫോട്ടോൺസ് എവിടെ പോയിട്ട്? യെസ്, മോളിക്യൂൾസിൽ പോയിട്ട് അല്ലേ? യെസ്. നെക്സ്റ്റ് വൺ, ഇലക്ട്രോണുകളുടെ തരംഗ സ്വഭാവത്തിന് തെളിവായ പ്രതിഭാസം ഏതാണ്? യെസ്, ഫിസിക്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഡിഫ്രാക്ഷൻ ആണ് അല്ലേ? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്? പാർട്ടിക്കിൾ നേച്ചർ ആണ് അല്ലേ? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, ബ്ലാക്ക് ബോഡി റേഡിയേഷൻ പാർട്ടിക്കിൾ നേച്ചറിനെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓൾറൈറ്റ്. ഡിഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഡിഫ്രാക്ഷൻ, ഇൻ്റർഫറൻസ് ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? എന്താണ്? തരംഗ സ്വഭാവം, വേവ് നേച്ചറിനെ പറ്റിയിട്ടുള്ളതാണ്. 27, ഏതിനാണ് ഏറ്റവും ഉയർന്ന മോളാർ അബ്സോർപ്റ്റിവിറ്റി ഉള്ളത്? ചോദിച്ചേക്കാം. ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് അല്ലേ? ട്രാൻസിഷൻസ് പഠിച്ചിരിക്കണം. ഇവിടെ ഏതാണ്? പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ. ഓക്കെ, പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷനിലാണ് മക്കളെ ഈ മോളാർ അബ്സോർപ്റ്റിവിറ്റി ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അരോമാറ്റിക് കോമ്പൗണ്ട്സിനും അതേപോലെ യെസ് ആൽക്കീൻസിലൊക്കെയാണ് നിങ്ങൾക്കിത് കാണാൻ പറ്റുക. പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ, ഓപ്ഷൻ ബി.
നെക്സ്റ്റ് വൺ, രാമൻ സ്പെക്ട്രത്തിൽ ഒരു മോഡ് സജീവമാകാൻ, ആക്റ്റീവ് ആകാൻ അനുയോജ്യമായ സെലക്ഷൻ നിയമം ഏതാണ്? രാമൻ സ്പെക്ട്ര എന്താണ് മക്കളെ? ഈ പോളറൈസബിലിറ്റിയിൽ ഒരു ചേഞ്ച് വേണം, നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലേ. അപ്പോൾ രാമൻ സ്പെക്ട്രയിൽ എന്താണ്? ഈ പോളറൈസബിലിറ്റിയിൽ ഒരു ചേഞ്ച് വേണം. ഇതൊക്കെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാവും അല്ലേ. പോളറൈസബിലിറ്റിയിൽ ഒരു ചേഞ്ച് വേണം. IR ആണെങ്കിലോ യെസ്, ഒരു ഡൈപോൾ മൊമെന്റിൽ ഒരു ചേഞ്ച് വേണം അല്ലേ. ഡൈപോൾ മൊമെന്റിൽ ചേഞ്ച് വേണം. ഓക്കെ യെസ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 29, വാട്ടർ. ഇവരുടെ സിമ്മട്രി എലമെന്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതും നമ്മൾ പോയിന്റ് ഗ്രൂപ്പ് എടുത്തപ്പോൾ പറഞ്ഞതാണ്. എന്താണ്? യെസ്, C2 ആക്സിസ് ഉണ്ട്, അതേപോലെ എത്ര സിഗ്മ വി പ്ലെയിൻ ഉണ്ട്? യെസ്, 2 സിഗ്മ വി പ്ലെയിൻ ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. യെസ്, ഇങ്ങനെയൊക്കെ അല്ലേ, 2 സിഗ്മ വി. പോയിന്റ് ഗ്രൂപ്പ് വരുന്നത് C2V ആണ് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. സോ ദാറ്റ് ഈസ് C2V. ആൻഡ് അഗെയിൻ NH3, ഇതൊക്കെ ഒന്ന് ആലോചിച്ച് വെച്ചോളാം. NH3 എന്തായിരിക്കും? C3V ആയിരിക്കും. അതേപോലെ PtCl4 - എന്തായിരിക്കും? യെസ്, D4H ആയിരിക്കും. എപ്പോഴും ചോദിക്കുന്നതാണ്, അതുകൊണ്ടാണ് കേട്ടോ. അതേപോലെ സ്റ്റാഗേർഡ് ഫെറോസീൻ ഒക്കെ ചോദിച്ചേക്കാം. സ്റ്റാഗേർഡ് ഫെറോസീൻ, എക്ലിപ്സ്ഡ് ഫെറോസീൻ ഒക്കെ നിങ്ങളോട് ചോദിച്ചേക്കാം. എക്ലിപ്സ്ഡ് എന്താണ്? D5H ആണ്. D5H പോയിന്റ് ഗ്രൂപ്പ്. സ്റ്റാഗേർഡ് ആണെങ്കിലോ D5D ആയിരിക്കും. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി കേട്ടോ. എക്ലിപ്സ്ഡ് ആണെങ്കിൽ D5H, സ്റ്റാഗേർഡ് ആണെങ്കിൽ സ്റ്റാഗേർഡ് ഫെറോസീൻ. ഓക്കെ, ഓർഗാനോമെറ്റാലിക് എന്ന് ചോദിച്ചേക്കാം. D5D. ക്വസ്റ്റ്യൻ നമ്പർ 30, താഴെ പറയുന്നവയിൽ D∞H പോയിന്റ് ഗ്രൂപ്പ് ആർക്കാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതേപോലെ ചോദിക്കാം C∞V ആർക്കാണെന്ന്. D∞H എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നോക്കിക്കോളൂ, D∞H അല്ലേ. D∞H എന്ന് പറയുമ്പോൾ ലീനിയർ ആയിരിക്കണം. മോളിക്യൂൾ എന്തായിരിക്കണം? ലീനിയർ ആയിരിക്കണം. ആൻഡ് ഇവിടെ എന്ത് പ്രസന്റ് ആയിരിക്കണം? യെസ്, ഒരു സെന്റർ ഓഫ് ഇൻവേർഷൻ പ്രസന്റ് ആയിരിക്കണം. സെന്റർ ഓഫ് ഇൻവേർഷൻ പ്രസന്റ് ആയിരിക്കണം. ഇവിടെ ആർക്കാ സെന്റർ ഓഫ് ഇൻവേർഷൻ പ്രസന്റ് ആയിരിക്കുന്നത്? യെസ്, സിംപ്ലി എന്തായിരിക്കും? O2. ആൻഡ് ലീനിയർ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ. യെസ്, HCl ഒക്കെ ആണെങ്കിലോ ലീനിയർ ആയിട്ടുള്ള മോളിക്യൂളാണ്, പക്ഷെ സെന്റർ ഓഫ് ഇൻവേർഷൻ ഇല്ല. വിച്ച് മീൻസ് ഇതെന്തായിരിക്കും? C∞V. ഓക്കെ, പോയിന്റ് ഗ്രൂപ്പ് ആ ലെക്ചർ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. 31, CH2 ഗ്രൂപ്പിൻ്റെ NMR സ്പ്ലിറ്റിംഗ്. NMRനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. NMRൻ്റെ സ്പ്ലിറ്റിംഗ്, ഇൻറ്റൻസിറ്റി റേഷ്യോ, പാസ്കൽ ട്രയാങ്കിൾ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് മക്കളെ. എല്ലാം നമ്മൾ പറഞ്ഞ് ഈ എക്സാം കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ലൈവ് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു തരും എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, എത്രയൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിരുന്നു ഒക്കെ. ഉറപ്പാണ്, ഷുവർ ഷോട്ടാണ്, നമ്മൾ പറഞ്ഞിരിക്കുന്നതൊക്കെ തന്നെയേ വരത്തുള്ളൂ. പഴുതടച്ച് പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ CH2 ഗ്രൂപ്പാണ്, CH3ൻ്റെ അടുത്താണുള്ളത്. അങ്ങനെയാണെങ്കിൽ സ്പ്ലിറ്റിംഗ് പാറ്റേൺ എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും? ഇവിടെ ഉള്ളത് എന്താണ്? N ഹൈഡ്രജൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അഡ്ജസൻ്റ് ആയിട്ട് N ഹൈഡ്രജൻ. അപ്പോൾ എന്തായിരിക്കും സ്പ്ലിറ്റിംഗ് പാറ്റേൺ? N+1. എത്രയായിരിക്കും ഇവിടെ? 4 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ക്വാർട്ടറ്റ്. സിമ്പിൾ അല്ലേ? നോക്കണേ, CH2 ഗ്രൂപ്പിൻ്റെ NMR സ്പ്ലിറ്റിംഗ് പാറ്റേൺ അടുത്താരാളുള്ളത്? CH3. CH3യിൽ എത്ര ഹൈഡ്രജനാ? N ഹൈഡ്രജൻ. N എന്ന് പറഞ്ഞാൽ 3. അപ്പോൾ N+1. സ്പ്ലിറ്റിംഗ് 4, ക്വാർട്ടറ്റ്. സിമ്പിൾ അല്ലേ? യെസ്. 32, ഇനി പറയുന്നതിൽ ഏതാണ് രാമൻ ആക്റ്റീവ്? ചോദിക്കുന്നത് രാമൻ ആക്റ്റീവാണ്. രാമൻ ആക്ടിവിറ്റി കാണിക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞു പോളറൈസിബിലിറ്റിയിൽ എന്ത് വേണം? ചേഞ്ച് വേണം. ഓക്കെ, IR ആണെങ്കിലോ IR സംക്രമണം നിഷ്ക്രിയമാണ് അല്ലേ. വിച്ച് മീൻസ് IR ഇനാക്റ്റീവ് ആണ്. എപ്പോഴും ഇങ്ങനെയാണ് പറയുക. IR ഇനാക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഡൈപോൾ മൊമെന്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 0 എന്ന് കൺസിഡർ ചെയ്യാം. ഡൈപോൾ മൊമെന്റ് 0 ആണെങ്കിൽ IR ഇനാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ നോക്കുക ആർക്കാണ്? ഇതാ O2. O2 എന്താ? യെസ്, ഡൈപോൾ മൊമെന്റ് 0 ആണ്, IR ഇനാക്റ്റീവ് ആണ്. ആൻഡ് നമുക്കറിയാം ഇവിടെ ഒരു പോളറൈസിബിലിറ്റി ചേഞ്ച് ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ രാമൻ എന്തായിരിക്കും? ആക്റ്റീവ് ആയിരിക്കും. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇതാ CO2യുടെ ഡൈപോൾ മൊമെന്റ് എത്രയാണ് മക്കളെ? 0 ആണ്. അപ്പോൾ നിങ്ങൾ പറയും IR എന്താണ്? ഇനാക്റ്റീവ് ആണ്. പക്ഷേ ഇവരുടെ ചില മോഡ്സ് നോക്കണേ, CO2ൻ്റെ അസിമെട്രിക് സ്ട്രെച്ചിങ്, അതേപോലെ ബെൻഡിങ്. ഓക്കെ, ഇവരെന്തായിരിക്കും? IR ആക്റ്റീവ് ആയിരിക്കും. പക്ഷേ O2ൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ. CO2ൻ്റെ സ്പെഷ്യൽ കേസ് ആയിട്ട് മനസ്സിലാക്കുക. സോ ഇവിടെ എന്തായിരിക്കും? ഇവിടെ ഒക്കെ നിങ്ങൾ സിമ്പിളായിട്ട് കാണാൻ പറ്റും. μ≠0 ആണ്. ഡൈപോൾ മൊമെന്റ് എന്താണ്? ഡൈപോൾ മൊമെന്റിൽ വൈബ്രേഷനിൽ ചേഞ്ച് ഉണ്ടാവും. അതായത് അപ്പോൺ വൈബ്രേഷൻ ഇവിടെയൊക്കെ എന്താണ്? ഡൈപോൾ മൊമെന്റ് ≠0 ആണ്. ഡൈപോൾ മൊമെന്റ് ചേഞ്ച് ഉണ്ടാകും. സ്വാഭാവികമായിട്ടും IR ആക്റ്റീവ് ആയിരിക്കും. പക്ഷേ O2 എന്താണ്? IR ഇനാക്റ്റീവ്.
33. Zn2+ അയോണുകൾ ഇൻഡസ്ട്രീഷ്യൽ സ്ഥാനങ്ങൾ കൈവശപ്പെടുത്തുകയും തുല്യ എണ്ണം ഇലക്ട്രോണുകൾ അടുത്ത് തന്നെ കുടുങ്ങുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിഫക്റ്റ്. ഓക്കെ, യെസ്, ഏത് എഫക്റ്റാണ്? മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ആണ്. മെറ്റൽ എക്സസ് ഡിഫക്റ്റ്. ഷോർട്ട് കീ ഫ്രെങ്കലൊക്കെ നോക്കിപ്പോണേ മക്കളെ ചോദിക്കുന്നതാണ് അല്ലേ? AGBR ഒക്കെ ഷോർട്ട് കീയും ഫ്രെങ്കലും ഒക്കെ കാണിക്കുന്നതാണ്. സോറി, AGBR അല്ലേ? എന്താണ്? ഷോർട്ട് കീയും ഫ്രെങ്കലും ഒക്കെ കാണിക്കുന്നതാണ് AGBR. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ. അപ്പോൾ ഇവിടെ വേറെ ഒന്നുമില്ല, Zn2+ ഇവിടെ ഉണ്ടാകും, യെസ്, 2 ഇലക്ട്രോണും ഇവിടെ ഉണ്ടാകും, ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. നെക്സ്റ്റ് വൺ, 0.1 മോളാൽ NaCl സൊല്യൂഷൻ അല്ലേ? 0.1 മോളാലാണ് കൊടുത്തിരിക്കുന്നത്. -0.372 ഡിഗ്രി സെൽഷ്യസിൽ ഫ്രീസ് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ KF കൊടുത്തിട്ടുണ്ട് അല്ലേ? ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. ചോദിച്ചിരിക്കുന്നത് വാൻ ഹോഫ് ഫാക്ടർ കണ്ടുപിടിക്കാനാണ്. ഒറ്റ ഇക്വേഷനേ ഉള്ളൂ അല്ലേ? സോറി, ΔTF is equal to I into KF into M. വാൻ ഹോഫ് ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. യെസ്, അപ്പോൾ I is equal to ΔTF എത്രയാ? യെസ്, -0.372. KF എത്രയാണ്? 1.86 ഇൻറ്റു 0.1. അപ്പോൾ എന്ത് വരും ഇവിടെ? -0.372 ഡിവൈഡഡ് ബൈ എന്ത് വരും? 0.186. മൈനസ് അങ്ങ് ഒഴിവാക്കാം അല്ലേ? യെസ്, വാൻ ഹോഫ് ഫാക്ടറാണ് കണക്കാക്കുന്നത്, മൈനസ് നോക്കേണ്ട ആവശ്യമില്ല അല്ലേ? അപ്പോൾ ഇതെന്തായിരിക്കും? ഇസ് ഈക്വൽ ടു 2 എന്ന് വരും. സിംപ്ലി ആൻസർ കിട്ടൂലേ? യെസ്, ഓപ്ഷൻ ഡി. കെമിസ്ട്രിയിൽ ചോദ്യത്തിൻ്റെ ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ചിട്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോളെ, ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ചിട്ട് പ്രോബ്ലം ഈസി ആയിരിക്കും. കാരണം എന്താ? ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഫർമേഷൻസ് ആണ്. കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് തരും, പിന്നെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേ വേണ്ടൂ. അപ്പോൾ വലിയ ചോദ്യങ്ങൾ കണ്ട് പേടിക്കേണ്ട. 35. KSPയെ പറ്റിയുള്ള ചോദ്യമാണ്. 2 ആളുകളെ തന്നിട്ടുണ്ട് അല്ലേ? AgCl തന്നിട്ടുണ്ട്, അതേപോലെ AgBRും തന്നിട്ടുണ്ട്, KSP വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പോൾ ആരാണ് ആദ്യം പ്രസിപ്പിറ്റേറ്റ് ആവുന്നത്? ഒറ്റ കോൺസെപ്റ്റ് അറിഞ്ഞു വെക്കുക. KSP ഇൻക്രീസസ്, ഓക്കെ, സോലബിലിറ്റി ഇൻക്രീസസ്, സോലബിലിറ്റി ഇൻക്രീസസ്. ഇനി KSP കുറയുകയാണെങ്കിലോ? യെസ്, KSP ഡിക്രീസസ്. ഇവരെന്താകും? പ്രസിപ്പിറ്റേറ്റ് ആകും. അപ്പോൾ ഏറ്റവും KSP കുറവ് ഇവിടെ ആരാണ്? ആദ്യം ആര് പ്രസിപ്പിറ്റേറ്റ് ആകുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. KSP കുറഞ്ഞ ആളെടുത്തോ. ആരാ കുറഞ്ഞത്? യെസ്, ഇയാളാണ്. 10⁻⁻13. ആരാ? AgBR. ഓപ്ഷൻ AgBR. 36. ക്രൊമാറ്റോഗ്രഫിയിൽ RF മൂല്യം നിർവചിച്ചിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലേ? ക്രൊമാറ്റോഗ്രഫി TLC പ്ലേറ്റ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതാ ഇവിടെ സോൾവെൻറ്റ് ഫ്രണ്ട് പോകും. യെസ്, ദിസ് ഇസ് ദി സോൾവെൻറ്റ് ഫ്രണ്ട്. ഇത് നമ്മുടെ കോമ്പൗണ്ട് അല്ലേ? ദിസ് ഇസ് അവർ കോമ്പൗണ്ട്. അപ്പം എന്തായിരിക്കും? യെസ്, കോമ്പൗണ്ട് സഞ്ചരിച്ച ദൂരം ഡിവൈഡഡ് ബൈ സോൾവെൻറ്റ് സഞ്ചരിച്ച ദൂരം. ഓക്കെ, ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ കോമ്പൗണ്ട് divided by what? Distance moved by, yes, moved by solvent. Option A. 37. റോക്കറ്റ് പ്രൊപ്പലൻറ്റിൽ ഓക്സിഡൈസായി സാധാരണ ഉപയോഗിക്കുന്ന സംയുക്തം എന്താണ്? നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണ്? അമോണിയം നൈട്രേറ്റ് ആണ്. എന്താണ്? അമോണിയം യെസ് നൈട്രേറ്റ്. ഓക്കെ, അതേപോലെയുള്ള ഒരാൾ കൂടിയാണ് അമോണിയം പെർക്ലോറേറ്റ്. അമോണിയം പെർക്ലോറേറ്റ്. ഇതും മേ ബി ഓപ്ഷനിൽ വരാം, പക്ഷെ ഇവിടെ ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ. അമോണിയം പെർക്ലോറേറ്റ്. 38. ഏതൊരു ദ്വിദ്രവ്യത്തിനാണ്, അതായത് ബൈനറി സൊല്യൂഷനാണ് മക്കളെ ചോദിക്കുന്നത് കേട്ടോ. ബൈനറി സൊല്യൂഷൻ റോൾസ് നിയമം പാലിക്കപ്പെടുന്നത് ഏതായിരിക്കും? റൗൾസ് നിയമം എന്ന് പറയുമ്പോൾ ബേസിക്കലി ദേ ആർ ടോക്കിംഗ് അബൌട്ട് വോട്ട്? ഐഡിയൽ ലിക്വിഡ്സ് ആണ്, ഐഡിയൽ സൊല്യൂഷൻസ് ആണ് അല്ലേ? ഗ്യാസസ് അല്ല, മറിച്ച് എന്താണ്? സൊല്യൂഷൻസ് ആണ്. ഐഡിയൽ സൊല്യൂഷൻ ആവണമെങ്കിൽ എന്തായിരിക്കണം? യെസ്, AB interaction is equal to what? Yes, AA is equal to what? BB. ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ? എന്താണ്? യെസ്, ദിസ് ഈസ് സോൾവെൻറ്റ് ഇൻട്രാക്ഷൻ ആണ്. BB എന്ന് പറയുന്നത് സൊല്യൂട്ട് ഇൻട്രാക്ഷൻ ആണ്. ആൻഡ് ദിസ് ഈസ് വോട്ട്? സൊല്യൂട്ട് സോൾവെൻറ്റ് ഇൻറ്ററാക്ഷൻ ആണ്. അപ്പോൾ ഇവരൊക്കെ ഈക്വൽ ആവണമെങ്കിൽ എന്തായിരിക്കണം? ഒരു ഐഡിയൽ ലിക്വിഡ്സ് ആയിരിക്കണം. എന്തായിരിക്കും? ബെൻസീനും ടൊളുവീനും ഒക്കെയാണ് അല്ലേ? ബെൻസീനും ടൊളുവീൻ എന്നൊക്കെ പറയുന്നത് എന്താണ്? ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയാണെങ്കിൽ എന്താ? ദിസ് ഇസ് ബെൻസീൻ. ഇതെന്താണ്? പ്യുവർലി ഹൈഡ്രോ കാർബൺസ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ് അല്ലേ? യാതൊരു രീതിയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ ഒന്നുമില്ല. ഇവിടെ ഡൈപോൾ ഇല്ല, ഹൈഡ്രജൻ ബോണ്ടിങ് ഇല്ല, ഒന്നുമില്ല. ഇവിടെ ആകെയുള്ളത് എന്തായിരിക്കും? വീക്ക് വാണ്ടർവാൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരിക്കും. ഓപ്ഷൻ എ സിംപ്ലി നമുക്ക് പറയാം, ബെൻസീൻ ആൻഡ് ടോളുവീൻ. 39.
ഒരു ദ്രാവകം റൗൾട്ടിന്റെ നിയമത്തിൽ നിന്നും പോസിറ്റീവ് വ്യതിയാനം, പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒറ്റ കാര്യമേ ഉള്ളൂ, പോസിറ്റീവ് ഡീവിയേഷൻ. ഇങ്ങനെ ഒന്ന് കാര്യം ആലോചിക്കുക, വേപ്പർ പ്രഷറിന്റെ ടേംസ് തന്നെ ആലോചിക്കുക കേട്ടോ. റോൾസിന്റെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ എങ്ങനെ ആലോചിക്കുക? വേപ്പർ പ്രഷറിന്റെ ടേംസിൽ ആലോചിക്കുക. ഇതാണ് നമ്മുടെ ഐഡിയൽ. അപ്പോൾ പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ വേപ്പർ പ്രഷർ എന്തായിരിക്കും? കൂടുതൽ. ഇതാണ് നമ്മുടെ വേപ്പർ പ്രഷറിന്റെ ഗ്രാഫ് അല്ലേ? എന്തായിരിക്കും ഇത്? പോസിറ്റീവ് ഡീവിയേഷൻ. അങ്ങനെയാകുമ്പോൾ വേപ്പർ പ്രഷർ കൂടി. വേപ്പർ പ്രഷർ എപ്പോഴാണ് കൂടുക? ഒന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെയുള്ള ഒരു സൊല്യൂഷനിൽ നിന്ന് വേപ്പർ പ്രഷർ കൂടണമെങ്കിൽ AB അല്ലേ, AB ഇൻട്രാക്ഷൻ എന്തായിരിക്കണം? കുറഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറഞ്ഞാലേ ആരാകത്തുള്ളൂ? വേപ്പർ ആകത്തുള്ളൂ. വിച്ച് മീൻസ് AB ഇൻട്രാക്ഷൻ എന്തായിരിക്കണം? ലെസ് ദാൻ വോട്ട് AA ആൻഡ് BB. ഇനി നേരെ തിരിച്ചാണെങ്കിലോ, ഇവിടെയുള്ള AB ഇൻട്രാക്ഷൻ ഞാൻ പോകത്തില്ല, ഞങ്ങൾ ഭയങ്കര സ്ട്രോങ് ആണ് എന്ന് പറഞ്ഞാൽ ഇവർ വേപ്പർ ആവുമോ? ഇല്ല. അപ്പോൾ വേപ്പർ പ്രഷർ എന്താവും? കുറയും. കാര്യം മനസ്സിലാക്കണേ. എന്താ പറയുന്നത്? ഇവിടെ ആരുണ്ട്? AB. ഇവർ തമ്മിൽ നല്ല ഇൻട്രാക്ഷൻ ആണ്. ഇവർ വേപ്പർ ആവുമോ? ഇല്ല, ഇവർ വേപ്പർ ആവുന്നില്ല. അങ്ങനെയാണെങ്കിൽ വേപ്പർ പ്രഷർ എന്താവും? കുറയും. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നെഗറ്റീവ് ഡീവിയേഷൻ കിട്ടുന്നത്. അപ്പോൾ AB ഗ്രേറ്റർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ദിസ് ഇസ് നെഗറ്റീവ് ഡീവിയേഷൻ. ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. നോക്കൂ, നെഗറ്റീവ് ഡീവിയേഷൻ നിയമത്തിൽ രൂപം കൊള്ളുന്ന കോമ്പിനേഷൻ എന്താണ്? അപ്പം ഞാൻ പറഞ്ഞു അല്ലേ, നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ വേപ്പർ പ്രഷർ എന്താ? കുറവ്. വേപ്പർ പ്രഷർ കുറവ്, വിച്ച് മീൻസ് വേപ്പർ ആവത്തില്ല. വേപ്പർ ആവത്തില്ല എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്താണ്? കൂടുതൽ. രണ്ടുപേരെ മിക്സ് ചെയ്യുമ്പോൾ എനെയും ബിനെയും മിക്സ് ചെയ്യുമ്പോൾ AB ഇവരുടെ അട്രാക്ഷൻ എന്താണ്? ഗ്രേറ്റർ. അതാരാ? ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ് മക്കളെ, ക്ലോറോഫോം ആൻഡ് അസറ്റോൺ. എങ്ങനെയാണെന്നല്ലേ? നോക്കിക്കോ, പഠിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. Cl3, CHCl3 അല്ലേ. അസറ്റോൺ എന്താ? C ഡബിൾ ബോണ്ട് O CH3 അല്ലേ, സോറി CH3CO CH3. ദിസ് ഇസ് അസറ്റോൺ. ഇവിടെ എന്താകും? ഇവിടെ ഈ Cl ഇങ്ങനെ ഇവിടുന്ന് ഇലക്ട്രോണിനെ വലിക്കും. അപ്പോൾ ഇവിടെ എന്തുണ്ടാവും? ഒരു പാർഷ്യൽ പോസിറ്റീവ് ക്യാരക്ടർ ഉണ്ടാവും. ഇവിടെ എന്തുണ്ടാവും? ഒരു പാർഷ്യൽ നെഗറ്റീവ് ക്യാരക്ടർ ഉണ്ടാകും. ഇവിടെ എന്ത് ചെയ്യും? ഒരു ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യും. അതായത് ക്ലോറോഫോമിനെയും അസറ്റോണിനെയും മിക്സ് ചെയ്യുമ്പോൾ ഇവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻ എന്തായി? കൂടി. അപ്പോൾ ഇവരെന്ത് ചെയ്യത്തില്ല? ഇവരങ്ങ് വേപ്പർ ആവത്തില്ല. വേപ്പർ ആവത്തില്ലെങ്കിൽ വേപ്പർ പ്രഷർ കുറയും. നെഗറ്റീവ് ഡീവിയേഷൻ. ഇത്രയേ ഉള്ളൂ കാര്യം. പക്ഷേ അസറ്റോണും CS2 നോക്കി, ബെൻസീനും ടൊളുവിനും നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതെന്താണ്? ഐഡിയൽ ആണ് അല്ലേ. ദിസ് ഇസ് ഐഡിയൽ. ഇനി അസറ്റോണും CS2 നോക്കിക്കോളെ, എന്താ സംഭവം? അസറ്റോൺ ഇങ്ങനെയാണ് അല്ലേ. ദിസ് ഇസ് അസറ്റോൺ. ഓക്കെ, ഇവിടെ എന്ത് ഇൻട്രാക്ഷൻ ഉണ്ട്? ഡെൽറ്റ മൈനസ് ഡെൽറ്റ പോസിറ്റീവ്. ഇതെന്താണ്? ഡൈപോൾ ഇൻട്രാക്ഷൻ ആണ്. ഇവിടെ വന്നിട്ട് ഈ CS2 വന്നിട്ട് ഇവരെന്ത് ചെയ്യും? ഈ ഡൈപോൾ ഇൻട്രാക്ഷൻ എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യും. ഓക്കെ, നല്ല രീതിയിൽ നല്ല ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉള്ള ആളുകളായിരുന്നു. CS2 വന്നിട്ട് എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യും. അപ്പോൾ ഇവരെന്താവും? അട്രാക്ഷൻ എന്തായി? AB ഇൻട്രാക്ഷൻ എന്തായി? ലെസ് ആയി. അപ്പോൾ എന്ത് ചെയ്യും? വേപ്പർ ആവും. വേപ്പർ ആയാൽ വേപ്പർ പ്രഷർ കൂടും. അഗെയിൻ ഇതേപോലെയാണ് എത്തനോളും വാട്ടറും. വാട്ടറിലൊക്കെ എന്തുണ്ട്? ഓൾറെഡി ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. ഓക്കെ, ഇവരെ മിക്സ് ചെയ്താലും ഹൈഡ്രജൻ ബോണ്ടിങ് കിട്ടും. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലാക്കണം. വാട്ടറിൽ ഓൾറെഡി എന്തുണ്ട്? ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. ഇവരെ മിക്സ് ചെയ്താലും എന്ത് കിട്ടും? ഹൈഡ്രജൻ ബോണ്ടിങ് കിട്ടും. പക്ഷേ നമ്മുടെ AB അതായത് എത്തനോളും വാട്ടറും തമ്മിലുള്ള എന്തായിരിക്കും? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ലെസ് തന്നെയാണ്. അപ്പോൾ ഇവർ ഈസി ആയിട്ട് വേപ്പർ ആകും. വേപ്പർ ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും? പോസിറ്റീവ് ഡീവിയേഷൻ. വേപ്പർ ആയി കഴിഞ്ഞാൽ വേപ്പർ പ്രഷർ കൂടുതലായിരിക്കും. പോസിറ്റീവ് ഡീവിയേഷൻ. സോ ദാറ്റ് ഈസ്, അപ്പോൾ ഇത് രണ്ടുപേരും എന്താണ്? പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 41. ഹെൻറിയുടെ നിയമം അനുസരിച്ചിട്ട് വാതകത്തിൻ്റെ ദ്രവ്യത. അപ്പോൾ ഹെൻറീസ് ലോ. ഹെൻറീസ് ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കാര്യമാണ് അല്ലേ. ഗ്യാസ് ഇൻ ലിക്വിഡിൻ്റെ കാര്യമാണ്. സോലുബിലിറ്റി ആണ് അല്ലേ. പാർഷ്യൽ പ്രഷർ, അതായത് നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കുക, ഈ കോക്കിലൊക്കെ ഈ ഫിസ് ചെയ്ത് വരുന്നത് ആരാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ഇത് എവിടെ നിന്നാണ് വരുന്നത്? ഈ കോക്കിലുണ്ടല്ലേ. അല്ലാതെ അറ്റ്മോസ്ഫിയറിൽ നിന്നാണോ? അല്ല, ഈ കോക്കിലുണ്ട്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ്? പ്രഷറൈസ് ചെയ്തിട്ട് സോലുബിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് എത്രത്തോളം നിങ്ങൾ പാർഷ്യൽ പ്രഷർ കൂട്ടുന്നുവോ അത്രത്തോളം സോലുബിലിറ്റി ആരുടെ? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കൂടുതലായിരിക്കും. കാര്യം മനസ്സിലാവുന്നുണ്ടോ?
അതായത് നിങ്ങൾ എത്രത്തോളം പ്രഷർ ചെയ്യുന്നോ അത്രത്തോളം കാർബൺ ഡൈ ഓക്സൈഡ് എന്തായിരിക്കും സോല്യൂബിൾ ആവും. നിങ്ങൾ പ്രഷർ റിലീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് വരും, പുറത്ത് വരും. അപ്പോൾ യെസ്, ആൻഡ് നമ്മൾ ഇങ്ങനെയൊക്കെ പറയൂ അല്ലേ, പി ഈസ് ഈക്വൽ ടു കെ എച്ച് ഇൻറ്റു കൈ, ഹെൻറീസ് കോൺസ്റ്റന്റ് എന്നൊക്കെ നമ്മൾ എഴുതിയിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഹെൻറിയുടെ നിയമം അനുസരിച്ച് വാതകത്തിൻ്റെ ദ്രവ്യത മർദ്ദത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നുള്ളതാണ് അല്ലേ. പാർഷ്യൽ പ്രഷർ പ്രൊപ്പോർഷണൽ ടു സോലബിലിറ്റി. എത്രത്തോളം പ്രഷർ കൂട്ടുന്നു അത്രത്തോളം സോലബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ നോക്കിക്കോളൂ, ഏത് വാതകമാണ് പ്രാഥമിക വായു മലിനീകാരി? എന്താ പറഞ്ഞിരിക്കുന്നത്, പ്രൈമറി എയർ പൊല്യൂട്ടൻ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ പ്രൈമറി പൊല്യൂട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡയറക്ട്ലി അറ്റ്മോസ്ഫിയറിലേക്ക് എമിറ്റ് ചെയ്യപ്പെടുന്ന ഗ്യാസസ് അല്ലേ. ഇപ്പോൾ കാറിൽ നിന്നൊക്കെ കാർബൺ മോണോക്സൈഡ് അല്ലേ ഡയറക്ട്ലി എമിറ്റ് ചെയ്യാണ് അറ്റ്മോസ്ഫിയറിലേക്ക്. അപ്പോൾ നമ്മൾ എന്ത് പറയും, പ്രൈമറി പൊല്യൂട്ടൻ്റ്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് മക്കളെ നൈട്രജൻ്റെ ഓക്സൈഡ്സ് ഒക്കെ. ഓക്കെ, അതേസമയം ഈ പ്രൈമറി പൊല്യൂട്ടൻ്റ് റിയാക്ട് ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊല്യൂട്ടൻ്റ് ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്, സെക്കൻഡറി പൊല്യൂട്ടൻ്റ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ഈ പറയുന്ന ഓസോണും പാനൊക്കെ, പെറോക്സി അസറ്റൈൽ നൈട്രേറ്റ് ഒക്കെ. അപ്പോൾ ഈ പറയുന്ന ആളൊക്കെ എന്താ, സെക്കൻഡറി പൊല്യൂട്ടൻ്റ് ആണ്. കാർബൺ മോണോക്സൈഡ് എന്താണ്, ഡയറക്ട്ലി എമിറ്റ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ അതെന്തായിരിക്കും, പ്രൈമറി പൊല്യൂട്ടൻ്റ് ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 43, മീനമാത്ത ഡിസീസ് വളരെ ഇമ്പോർട്ടൻറ്റ്, ജപ്പാനിലാണ് നടന്നത് അല്ലേ. വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. ഈ ഫാക്ടറിയിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരുന്നു, ഈ മെർക്കുറി വരുന്നു അല്ലേ. ഈ മെർക്കുറി എന്ത് ചെയ്യുന്നു, ഈ ഫിഷസ് കൺസ്യൂം ചെയ്യുന്നു. ഈ ഫിഷസ് എന്ത് ചെയ്യുന്നു, നമ്മൾ കൺസ്യൂം ചെയ്തപ്പോൾ എന്ത് വരുന്നു, ആ ഒരു ഡിസീസ് വരുന്നതായിട്ട് കാണപ്പെട്ടു. എന്താണ്, മെർക്കുറിയാണ് അല്ലേ. 44, NiCO4. കോർഡിനേഷൻ കെമിസ്ട്രിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. CO എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. അപ്പോൾ ഏത് തരം ഹൈബ്രിഡൈസേഷൻ കാണിക്കുന്നു എന്ന് ചോദിക്കുന്നു. അപ്പോൾ NiCO4 നോക്കിക്കോളെ, നമുക്കൊന്ന് നോക്കാം. NiCO4 Ni എന്ന് പറയുമ്പോൾ എന്താണ്, 28 4s2 3d8 ആണ് അല്ലേ. അപ്പോൾ നോക്കിക്കോളൂ, നമുക്ക് ഇങ്ങനെ ഒന്ന് വരച്ച് നോക്കാം. 3d ആദ്യം വരക്കാം അല്ലേ. ഇതാണ് നമ്മുടെ 4s. അപ്പോൾ 3d8 എന്ന് പറയുമ്പോൾ ഇങ്ങനെ അല്ലേ. ഇനി ഇവിടെ ആരാണ്, CO എന്ന് പറയുന്നത് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. അപ്പോൾ ഇവിടെ എന്ത് നടക്കും, പെയറിംഗ് അപ്പ് നടക്കും. അപ്പോൾ ഈ 2 ഇലക്ട്രോണും എവിടത്തേക്ക് വരും, ഇങ്ങോട്ടേക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ആൻഡ് ഇവിടെ എന്തുണ്ടാവും, ദിസ് ഇസ് 3d, ദിസ് ഇസ് 4s ആൻഡ് 1 p ഉണ്ടാവും അല്ലേ. 4 ലിഗാൻഡ്സ് ആണുള്ളത് അല്ലേ. ദിസ് ഇസ് 4p. അങ്ങനെയാകുമ്പോൾ ഇതെന്താകും, എംപ്റ്റി ആകും. വിച്ച് മീൻസ് ഇയാൾ രണ്ടുപേരും പെയർ ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരും. അതായത് നമ്മുടെ ഹൈബ്രിഡൈസേഷൻ എന്ത് വരും, sp3. അങ്ങനെയാണെങ്കിൽ sp3 ആണെങ്കിൽ നമ്മുടെ ജോമെട്രി എന്തായിരിക്കും, ടെട്രാഹെഡ്രൺ. നിക്കലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ചോദിക്കാം, എത്രയാണ്, 0 ആണ്. വിച്ച് മീൻസ് ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 45, ഏത് കോംപ്ലക്സ് ആണ് ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇതും ഞാൻ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്തിട്ടില്ലേ. ഒപ്റ്റിക്കൽ ഐസോമറിസം, ജോമെട്രിക്കൽ ഐസോമറിസം എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ബുദ്ധിമുട്ടുള്ള ലെക്ചേഴ്സാണ് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. വ്യൂസ് ഒക്കെ കുറവായിരിക്കും, എന്നാലും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്ഫുൾ ആവുന്നതിൻ്റെ വലിയ കാര്യമാണ്. ഓക്കെ, അപ്പോൾ ആരാണ് കാണിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് മീൻസ് ഒരു പ്ലെയിൻ ഓഫ് സിമെട്രി പ്രസൻ്റ് ആണെങ്കിൽ ഇവരെന്തായിരിക്കും, ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. ഒപ്റ്റിക്കലി ഇനാക്റ്റീവ്. ഇനി അതേപോലെ നിങ്ങൾ വേറൊരു കാര്യം ആലോചിക്കേണ്ടത്, സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സ് എപ്പോഴും എന്തായിരിക്കും, ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിരിക്കും. കാരണം എന്താണ്, POS പ്രസൻ്റ് ആണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റും. നോക്കൂ, ഓപ്ഷൻ എ നോക്കൂ, അതേപോലെ ഓപ്ഷൻ സി നോക്കൂ. നോക്കിക്കോ, എന്താ പറഞ്ഞിരിക്കുന്നത്, MA6 ടൈപ്പ് ആണല്ലേ. അതായത് സെയിം ടൈപ്പ് ഓഫ് ലിഗാൻഡ് ആണ് MA6. അപ്പോൾ MA6 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മക്കളെ, നോക്കിക്കോ, ഇതാ ഇങ്ങനെയല്ലേ. എല്ലാം A തന്നെയാണെങ്കിൽ ഓഫ് കോഴ്സ് ഇവിടെ എന്തുണ്ടാവുകടാ, എല്ലാം A തന്നെ. അപ്പോൾ ഇവിടെ എന്തുണ്ടാവും, ഒരു പ്ലെയിൻ ഓഫ് സിമെട്രി നിങ്ങൾക്ക് ഈസി ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ആ 2 ഓപ്ഷൻ എന്തായി, തെറ്റിപ്പോയി. ഇനി അടുത്തത് NiCO4. ഓക്കെ, അഗെയിൻ നിക്കൽ ടെട്രാഹെഡ്രൽ ആണല്ലേ. ടെട്രാഹെഡ്രൽ ആണെങ്കിൽ ഇങ്ങനെ. പക്ഷേ ഇവിടെയും എന്തുണ്ട്, ഇവിടെയും ഒരു പ്ലെയിൻ ഓഫ് സിമെട്രി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ CO റിഫ്ലക്റ്റ് ചെയ്യും. വിച്ച് മീൻസ് ഇതും എന്താണ്, ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്.
ഇനി ബാക്കിയുള്ളത് ഏതാ? CrN3+. ഓക്കെ, CrN ഇങ്ങനെയൊക്കെ വരച്ച് ഈസി ആയിട്ട് കണ്ടുപിടിക്കാടാ. ഇതൊക്കെയാണ് സ്പെസിഫിക്കലി എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾ. ഓക്കെ, ഇതാ എൻ. ഓക്കെ, യെസ്, ഇതിനെന്തുണ്ടാവും? ഒരു മിറർ ഇമേജ് ഉണ്ടാകും. സോ ദാറ്റ് ഈസ് ഇറ്റ്. ഓക്കെ, ഓപ്ഷൻ ബി. നെക്സ്റ്റ് വൺ 46. ഇനി പറയുന്നതിൽ ഏതാണ് ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ്? ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? യെസ്, സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് പ്രസൻ്റ് ആയിരിക്കണം. അപ്പോൾ ഇവർ മിക്കവാറും എന്തായിരിക്കും? ഡയാമാഗ്നറ്റിക് ആയിരിക്കും, ലോ സ്പിൻ കോംപ്ലക്സ് ആയിരിക്കും എന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. നോക്കിക്കോളൂ, NiCO4 എന്തായിരുന്നു? sp3 ഔട്ടർ ഓർബിറ്റലാണ് അല്ലേ. NiCl4 വീക്ക് ഫീൽഡ്, അഗെയിൻ സ്ട്രോങ് വീക്ക് ഫീൽഡ് ആണെങ്കിൽ എന്തായിരിക്കും? ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ്. ചെയ്തു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെയ്തു നോക്കി സമയം കളയരുത് കേട്ടോ. എഫ് ഫ്ലൂറിൻ എന്താണ്? യെസ്, വീക്ക് ഫീൽഡ് ആണ്. അഗെയിൻ CN എന്താണ്? CN എന്താണ്? സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ്, ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് ആയിരിക്കും അല്ലേ. ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, എക്സ്പ്ലെയിൻ ചെയ്താൽ ഇതിൻ്റെ കാര്യമില്ല അല്ലേ, നിങ്ങൾ കുറച്ചൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. യെസ്, ഓപ്ഷൻ ബി. 47. ഏതാണ് ജോമെട്രിക്കലും ഒപ്റ്റിക്കൽ ഐസോമറിസവും കാണിക്കുന്നത്? അപ്പോൾ ഒറ്റ കാര്യം അറിയാം, സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സ് ഇതൊക്കെയാണ് ട്രിക്ക്. ഓക്കെ, ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കും, ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കുമോ? ഇല്ല. ഓക്കെ, ഇനി ടെട്രാഹിഡ്രൽ കോംപ്ലക്സ് ആണെങ്കിൽ ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കത്തില്ല, ഒപ്റ്റിക്കൽ ഐസോമറിസം ഇറ്റ് ക്യാൻ എക്സിബിറ്റ്. ഇനി ഒക്ടാഹിഡ്രൽ ആണെങ്കിൽ ജോമെട്രിക്കലും കാണിക്കാൻ പറ്റും, ഒപ്റ്റിക്കലും കാണിക്കാൻ പറ്റും. എല്ലാം കാണിക്കണം എന്നല്ല കേട്ടോ, ഏതെങ്കിലുമൊക്കെ. അതായത് ഇവിടെ ഇപ്പം ഞാൻ പറഞ്ഞിരുന്നു അല്ലേ, ഇതാ ഇത് ഒക്ടാഹിഡ്രലാണ് എന്ന് വെച്ചിട്ട് ഇത് ഒപ്റ്റിക്കൽ കാണിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷേ ഇയാൾ ഒക്ടാഹിഡ്രലാണ്, ഇത് കാണിക്കുന്നുണ്ട്. ഏതെങ്കിലുമൊക്കെ സ്പീഷീസ് എന്ത് ചെയ്യും? കാണിക്കും. അപ്പോൾ നമുക്ക് രണ്ടും കാണിക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് സ്ക്വയർ പ്ലാനാറും ടെട്രാഹിഡ്രലും എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം. ഇതും എലിമിനേറ്റ് ചെയ്തു, യെസ്, ഇത് എലിമിനേറ്റ് ചെയ്തു. ഇനി എന്താ? MA6. ഇത് നോക്കി, ഇയാൾ രണ്ടുപേരും എന്താ? MA6 ടൈപ്പാണ്. MA6 ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കുമോ? ഇല്ല. അപ്പോൾ അടുത്ത ഓപ്ഷൻ അങ്ങ് മാർക്ക് ചെയ്താൽ മതി, കഴിഞ്ഞു, പ്രശ്നം കഴിഞ്ഞു. ഓപ്ഷൻ ബി. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എലിമിനേറ്റ് ചെയ്തിട്ട് ആൻസേഴ്സിൽ എത്തുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏത് പ്രക്രിയയിലാണ് തെർമോഡൈനാമിക്സിലേക്ക് എത്തി അല്ലേ, കോർഡിനേഷനിൽ നിന്ന് മാറി നമ്മൾ തെർമോഡൈനാമിക്സിലേക്ക് എത്തി. ഏത് പ്രക്രിയയിലാണ് ΔH = ΔU? നോക്കിക്കോളൂ, ΔH = ΔU + P∆V. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ΔH = ΔU ആണെങ്കിൽ ഈ ടേം എന്തായിരിക്കണം? 0 ആയിരിക്കണം. വിച്ച് മീൻസ് P∆V 0 ആയിരിക്കണം. ΔV എന്തായിരിക്കണം? 0. ΔV 0 എന്ന് പറഞ്ഞാൽ വോളിയം എന്തായിരിക്കും? കോൺസ്റ്റന്റ്, സ്ഥിരവ്യാപ്തം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2p ഓർബിറ്റലിലെ ഒരു ഇലക്ട്രോണിൻ്റെ ആംഗുലാർ മൊമെൻറ്റം. ഓക്കെ, ഇത് തെർമോഡൈനാമിക്സ് ആയിരുന്നു അല്ലേ. ഓക്കെ, തെർമോഡൈനാമിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വരുന്നുണ്ട് കേട്ടോ, പേടിക്കേണ്ട. നമുക്ക് സ്ട്രക്ചർ ഓഫ് ആറ്റം ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ആംഗുലാർ മൊമെൻറ്റം എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുക? √(L × L + 1 h × h/2π). 2p എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിയുടെ വാല്യൂ 1 ആണല്ലേ. യെസ്, അസിമുത്തൽ ക്വാണ്ടം നമ്പർ എല്ലിൻ്റെ വാല്യൂ 1. കാര്യം മനസ്സിലാക്കണേ. യെസ്, P1. അപ്പോൾ എന്തായിരിക്കും? √(1 × 1 + 1 h/2π) എന്തായിരിക്കും? √2 h/2π എന്ന് വരും. അല്ലെങ്കിൽ മേ ബി നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് തരും? h/√2π എന്നൊക്കെ തരും. ഓക്കെ, ഇവിടെ ഇപ്പോൾ തന്നിരിക്കുന്നത് √2 h ആണ് അല്ലേ. അപ്പം എങ്ങനെ വേണമെങ്കിലും തരാം, ആ കാര്യം കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കുക കേട്ടോ. ഇപ്പം D ആണെങ്കിലോ 3D ഒക്കെയാണ് പറഞ്ഞതെങ്കിലോ അപ്പോൾ എന്ത് ചെയ്യുക? ഡീൻ്റെ അസിമുത്തൽ ക്വാണ്ടം നമ്പർ എത്രയാണ്? 2 ആണ്. അപ്പോൾ √2 × 2 + 1 3 h √6 h എന്ന് വരും. ക്വസ്റ്റ്യൻ നമ്പർ 50. ബോർ മോഡൽ അനുസരിച്ചിട്ട് n = 2 നിന്ന് n = 1 ഓർബിറ്റിലേക്ക് വീഴുമ്പോൾ പ്രകാശത്തിൻ്റെ തരംഗ ദൈർഘ്യം ലാംഡയാണ് ചോദിക്കുന്നത് മക്കളെ. 1/λ അല്ല, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. സോ 1/λ = RZ² 1/n1² - 1/n2². അപ്പോൾ Z തന്നിട്ടില്ല അല്ലേ, അപ്പോൾ ഹൈഡ്രജൻ ആണ്, അപ്പോൾ അത് വലിയ കുഴപ്പമില്ല. അപ്പോൾ എന്ത് ചെയ്യുക? 1/λ = R. n1ൻ്റെ വാല്യൂ എത്രയാണ്? 1. 1² - 2². ഓക്കെ, അപ്പോൾ എന്ത് വരും? R എന്ത് വരും? 4 - 3/4 എന്ന് വരും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടാവും, 3R/4 കണ്ടോ, 3R/4. അപ്പോൾ ഡയറക്റ്റ്ലി പോയി മാർക്ക് ചെയ്യരുത്. എന്താണ്? ലാംഡയാണ് ചോദിച്ചിരിക്കുന്നത്, ഇതിൻ്റെ ഇൻവേഴ്സ് എടുക്കണം അല്ലേ. 1/λ മക്കളെ 3/4 R എന്ന് പറയുന്നത്. അപ്പോൾ ലാംഡ എന്തായിരിക്കും? യെസ്,
4/3 എന്നുള്ള രീതിയിൽ വരും. ഇനി ഒരു കാര്യം കൂടി ഉണ്ടടാ, 1/r വാല്യൂ 912 ആങ്സ്ട്രോം ആണ്. അപ്പോൾ ലാംഡ എന്ന് പറയുന്നത് എന്തായിരിക്കും? 4/3 ഇൻറ്റു 912 ആണ്. ഇത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് ലാംഡയുടെ വാല്യൂ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ആലോചിച്ച് വെക്കുക. സോൾവ് ചെയ്തോ, നിങ്ങൾ തന്നെ സോൾവ് ചെയ്തോളൂ. എന്തായിരിക്കും? 304 ആയിരിക്കും അല്ലേ? അപ്പോൾ എന്തായിരിക്കും? 16 1 12 യെസ് 1216 ആങ്സ്ട്രോം എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് അത്രയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 4/3 ഇത്രയേ ഉള്ളൂ കാര്യം. സിമ്പിളാണ്. 51 പോളിയുടെ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പൾ പ്രകാരം എന്താണ് പോളിയുടെ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ? നോ ടു ഇലക്ട്രോൺസ് ഹാവ് സെയിം സെറ്റ് ഓഫ് ഓൾ ഫോർ ക്വാണ്ടം നമ്പേഴ്സ് എന്നാണ് അല്ലേ? യെസ്. അപ്പോൾ എന്തായിരിക്കും? അതായത് ബേസിക്കലി ഒരു ഓർബിറ്റലിൽ എത്ര മാക്സിമം ഇലക്ട്രോണ്? 2 ഇലക്ട്രോണാണ് മാക്സിമം അല്ലേ? ഇവിടെ എം എസ് 1 + 1/2 ആയിരിക്കും. അടുത്ത എന്താ? എം എസ് -1/2. ഇനി ഒരാളും കൂടെ വരികയാണെങ്കിൽ ക്വാണ്ടം നമ്പേഴ്സ് ഒക്കെ എന്താവും? ഈക്വൽ ആകും. അപ്പോൾ ഏതായിരിക്കും? ഒരു ഓർബിറ്റൽ 2 ഇലക്ട്രോണുകൾക്ക് സമാന സ്പിൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഓപ്ഷൻ സി. ഇതല്ല, ഒന്നുമല്ല. ഓക്കെ. 52 ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ആദ്യത്തെ ബോർ ഓർബിറ്റലിൻ്റെ റേഡിയസ് 0.529. അങ്ങനെയാണെങ്കിൽ n = 3. എഗെയിൻ സ്ട്രക്ചർ ഓഫ് ആറ്റം നമ്മൾ ചെയ്തിട്ടില്ലേ? സ്ട്രക്ചർ ഓഫ് ആറ്റം ചെയ്തിട്ടുണ്ട്. 30ഓളം ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. എനർജിയും വെലോസിറ്റിയും ഒക്കെ ഒരു ഷോർട്ട് കട്ട് വഴി ഞാൻ പറഞ്ഞു തന്നിട്ട് ഓർമ്മിച്ച് വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ Rn = 0.529 n² ആണ് അല്ലേ? യെസ്. n² എന്ന് പറഞ്ഞാൽ എത്രയാ? 0.529 × 9 ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? 0.5 × 9 എന്ത് വരും? 4.5 എന്നൊക്കെ വരും. അതിനോട് അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള വാല്യൂ ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 53 ഇനി പറയുന്നതിൽ ഏതാണ് sp3 ഹൈബ്രിഡൈസേഷൻ? കെമിക്കൽ ബോണ്ടിങ്. യെസ്. ഹൈബ്രിഡൈസേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? ജോമെട്രി എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കുക. എന്താണ് sp3d എന്ന് പറഞ്ഞാൽ? എന്താ ജോമെട്രി? ട്രയഗണൽ ബൈപിരമിഡൽ. നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സ് പ്ലസ് നമ്പർ ഓഫ് ലോൺ പെയേഴ്സ്. അപ്പോൾ എന്തായിരിക്കും? സിംപ്ലി PCl5 ആയിരിക്കും അല്ലേ? SF6 എന്ന് പറയുന്നത് ഒക്ടാഹെഡ്രൽ ആണ്. XeF4 എന്ത് വരും? 4 സിഗ്മയും 2 ലോൺ പെയറും എന്ത് വരും? 6 എന്ന് വരും. sp3d2. CH4 എന്തായിരിക്കും? ടെട്രാഹെഡ്രൽ. ക്വസ്റ്റ്യൻ നമ്പർ 54 മുല്ലിക്കൻ ഇലക്ട്രോനെഗറ്റിവിറ്റി നിർവചിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? യെസ്, നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? മുല്ലിക്കൻ ഇലക്ട്രോനെഗറ്റിവിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? = അയണൈസേഷൻ എനർജിയുടെയും ഇലക്ട്രോൺ അഫിനിറ്റിയുടെയും ആവറേജ് ആയിരിക്കും അല്ലേ? മുല്ലിക്കൻ ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇതൊന്നും ആലോചിച്ച് നോക്കുന്നത് എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. അയണൈസേഷൻ എൻതാൽപ്പിയുടെയും ഇലക്ട്രോൺ അഫിനിറ്റിയുടെയും ആവറേജ്. ഓക്കെ, യെസ്. മുല്ലിക്കൻ ഇലക്ട്രോനെഗറ്റിവിറ്റി നിർവചിച്ചിരിക്കുന്നത്. 55 ഏതിനാണ് ഏറ്റവും ചെറിയ ബോണ്ട് ആംഗിൾ? അപ്പോൾ നോക്കൂ. CH4 നമുക്കറിയാം. ആസ് ലോൺ പെയർ ഇൻക്രീസസ് ബോണ്ട് ആംഗിൾ എന്താകും? ഡിക്രീസസ്. ഓക്കെ, CH4 എത്രയാണ്? 109 ഡിഗ്രി 28 മിനിറ്റ്. പെർഫെക്റ്റ് ടെട്രാഹെഡ്രൽ ജോമെട്രി ആണ് അല്ലേ? BF3 എന്താണ്? ട്രയഗണൽ പ്ലാനാർ. എന്തായിരിക്കും? 120 ഡിഗ്രി. NH3 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? യെസ്, ഒരു ലോൺ പെയർ ഉണ്ട് അല്ലേ? ഇപ്പോൾ ബോണ്ട് ആംഗിൾ 1 കുറഞ്ഞു. വാട്ടർ അല്ലേ? ഇവിടെ എത്ര ലോൺ പെയർ ആണ്? യെസ്, 2 ലോൺ പെയർ ആണ്. അപ്പോൾ ബോണ്ട് ആംഗിൾ എന്ത് ചെയ്തു? വീണ്ടും കുറഞ്ഞു. ഇതെന്താണ്? 107ഉം ഇത് 10.5 ഡിഗ്രിയാണ്. അപ്പോൾ ഏതായിരിക്കും ഇവിടെ ഓപ്ഷൻ? ഓപ്ഷൻ ബി. നെക്സ്റ്റ് വൺ, O2- അയോണിൻ്റെ ബോണ്ട് ഓർഡർ. എഗെയിൻ ബോണ്ട് ഓർഡർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് കെമിക്കൽ ബോണ്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, O2 എത്രയാണ്? 2 ആണ്. അപ്പോൾ O2- ഓർമ്മിക്കണം, ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിലേക്കാണ് ഇലക്ട്രോൺ വരുന്നത്. അപ്പോൾ O2- എന്ന് പറയുമ്പോൾ ഇതെന്തായിരിക്കും? യെസ്, 1.5 ആയി. ഓക്കെ, ആൻറ്റിബോണ്ടിക് മോളിക്കുലാർ ഓർബിറ്റലിൽ ഇലക്ട്രോൺ വരുന്നു. അല്ലാതെ σ1s എനിക്കറിയാം. σ1s σ*1s ഒക്കെ എഴുതിയിട്ട് കണ്ടുപിടിക്കുന്നത് എനിക്കറിയാം കേട്ടോ. പക്ഷേ അതിനെക്കൊണ്ട് കാര്യം ഉണ്ടാകത്തില്ല. ഒരുപാട് സമയം പോകും അല്ലേ? അപ്പോൾ നമുക്ക് സമയം ലാഭിക്കാനാണ് നമ്മൾ ഈ ഷോർട്ട് കട്ടൊക്കെ പഠിച്ചു വെക്കുന്നത്. O2 എന്ത് വരും? യെസ്, 1 എന്ന് വരും. അതേപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് അല്ലേ? N2 എന്താണ്? 14 അല്ലേ? ബോണ്ട് ഓർഡർ എത്രയാ? 3. ഇവിടെ നിന്ന് Cn- ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് അല്ലേ? 14 ആണെങ്കിൽ ഇവർക്ക് എന്തായിരിക്കും? 3 ആയിരിക്കും. NO+ എത്രയായിരിക്കും? ഓക്കെ, 7 × 8 = 15 14 ആണ്.
അപ്പോൾ ഇവിടെയും ബോണ്ട് ഓർഡർ എത്രയാ? 3. ഓക്കെ, വിച്ച് മീൻസ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിന് എന്തായിരിക്കും? ബോണ്ട് ഓർഡർ സെയിം ആയിരിക്കും. ഈ പറയുന്ന ഷോർട്ട് കട്ട്സ് ഒക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം, ഇതൊക്കെ യൂസ്ഫുൾ ആകും. ഓക്കെ, അപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത്? O2 മൈനസ് ആണ്, ഏതായിരിക്കും? 1.5. 57. ഏതിനാണ് ഏറ്റവും ഉയർന്ന ലാറ്റിസ് എനർജി? അപ്പോൾ ലാറ്റിസ് എനർജി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക മക്കളെ? ലാറ്റിസ് എനർജി ഈസ് പ്രൊപ്പോർഷണൽ ടു Z+Z-R. ചാർജിന് പ്രൊപ്പോർഷണൽ ആണ്, റേഡിയസിന് ഡിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഇവിടെ ആരാ പ്രഡോമിനൻറ്റ് ഫാക്ടർ? ചാർജ് ആണ് പ്രഡോമിനൻറ്റ്. അപ്പോൾ NaCl-ഉം KCl-ഉം നമ്മൾ അപ്പം തന്നെ ഒഴിവാക്കി. Mg2+ഉം Ca ഇവിടെ നോക്കിയേ, ഇത് +2 -2 ആണ്, ഇത് +2, ഇതെന്താണ്? -1 ആണ്. അപ്പോൾ ഏതായിരിക്കും? എങ്ങനെ നോക്കിയാലും Mg. നിങ്ങൾ സൈസൊക്കെ നോക്കിക്കോളൂ, ആരാണ് വരിക? MgO. ഓക്കെ, ലാറ്റിസ് എനർജി കൂടുതൽ MgO ആയിരിക്കും. 58. അഗെയിൻ ക്ലോറിന് ഇലക്ട്രോൺ അഫിനിറ്റി ഫ്ലൂറിനേക്കാൾ കൂടുതലാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ റീസൺ എന്താണ്? ഇലക്ട്രോൺ നെഗറ്റിവിറ്റി പറയുകയാണെങ്കിൽ ആർക്കാ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതൽ? ഫ്ലൂറിന് കൂടുതലാണ് ക്ലോറിനേക്കാൾ. പക്ഷേ ഇലക്ട്രോൺ അഫിനിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി പറയുകയാണെങ്കിൽ ക്ലോറിന് കൂടുതലായിരിക്കും കമ്പയർഡ് ടു ഫ്ലൂറിൻ. എന്തുകൊണ്ടായിരിക്കും? ഇവിടെ ഒറ്റ കാര്യമേ ഉള്ളൂ, ഫ്ലൂറിൻ എന്താണ്? ചെറുതാണ്, ഇത് 2. ഓക്കെ, ഇവിടെ നാലോചിക്കുക 1 2 3 4 5 6 7. ഓക്കെ, അതേസമയം ക്ലോറിൻ ആകുമ്പോഴോ 2 8 ഇവിടെ 8 ഉണ്ടാകും. അഗെയിൻ ഇവിടെ എന്തുണ്ടാവും? സോറി ഫോർ ദിസ്, ഒരു ഓർബിറ്റും കൂടെ ഉണ്ടാവും അല്ലേ? ഇവിടെ എന്തായിരിക്കും? 1 2 3 4 5 6 7. അപ്പോൾ ഒരു ഇലക്ട്രോണിനെ കൂടെ ആക്സെപ്റ്റ് ചെയ്യാൻ ഇവിടെ എന്താണ്? ഒരുപാട് സ്പേസ് ഉണ്ട്. പക്ഷേ ഇവിടെ വരുമ്പോഴോ ഈ ഇലക്ട്രോണിന് കുറച്ച് സ്പേസേ ഉള്ളൂ, ഇവിടെ ഓൾറെഡി ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് ഇലക്ട്രോൺ അഫിനിറ്റി എന്ത് ചെയ്യുന്നത്? ഫ്ലൂറിന് കുറയുന്നത്, ഈവൻ ദോ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലായാൽ പോലും. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും റീസൺ? ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഫ്ലൂറിൻ എന്താണ്? സ്മോൾ ആണ്. ഇവിടെ എന്തുണ്ടാവും? ഇലക്ട്രോൺ റിപ്പൽഷൻ എന്തായിരിക്കും? കൂടുതലായിരിക്കും. സോ Cl-ൽ ഇലക്ട്രോൺ വികർഷണം റിപ്പൽഷൻ എന്താണ്? കുറവാണ്. ഇവിടെ ഒരുപാട് സ്പേസ് ഉണ്ട്, വലുതാണ് ഫ്ലൂറിനെ കമ്പയർ ചെയ്യുമ്പോൾ. ക്ലിയർ അല്ലേ? ഫജാൻസ് റൂൾ അനുസരിച്ച് കോവാലന്റ് ക്യാരക്ടർ കാണിക്കുന്ന ജോഡി ഏതാണ്? ഏറ്റവും കൂടുതലാണ് ചോദിച്ചിരിക്കുന്നത്. ഫജാൻസ് റൂൾ എന്താ മക്കളെ? എപ്പോഴും ചോദിക്കുന്നതാണ് അല്ലേ ഫജാൻസ് റൂൾ. ഓക്കെ, സ്മോളർ ദ കാറ്റയോൺ ആൻഡ് ദ ലാർജർ ദ ആനയോൺ. സ്മോളർ ദി കാറ്റയോൺ ആൻഡ് ദ ലാർജർ ദി ആനയോൺ. എന്തായിരിക്കും? കോവാലന്റ് ക്യാരക്ടർ ഗ്രേറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ പോളറൈസബിലിറ്റി എന്തായിരിക്കും? ഏറ്റവും കൂടുതലായിരിക്കും അല്ലേ? പോളറൈസബിലിറ്റി എന്തായിരിക്കും? ഗ്രേറ്റർ ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് നോക്കിയാൽ മതി, ഇതാ സ്മോളർ ഇയാളാണ് അല്ലേ? എല്ലാ ചാർജും എന്ത് തന്നെയാണ്? പ്ലസ് ആണ്. ഇതാ Cl- എല്ലായിടത്തും സെയിം ആണ്. ഇനി എന്ത് നോക്കിയാൽ മതി? കാറ്റയോണിൻ്റെ സൈസ് മാത്രം നോക്കിയാൽ മതി. ഏറ്റവും കുറവാർക്കാ? ലിഥിയം, LiCl അല്ലേ? 60. പോളിംഗ് സ്കെയിലിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഉള്ളത് ഫ്ലൂറിൻ ആണ് അല്ലേ? പോളിംഗ് സ്കെയിലിൽ 4.0 എന്ന് നമ്മൾ എടുത്തിരിക്കുകയാണ്. വി ഹാവ് അസ്യൂംഡ് ദാറ്റ് ദ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഓഫ് ഫ്ലൂറിൻ ഈസ് വാട്ട്? 4.0, ഓർ വി ഹാവ് ടേക്കൺ ഇറ്റ്. മോൺസ് പ്രക്രിയ ഉപയോഗിച്ച് ശുദ്ധീകരിക്കുന്ന ലോഹം മെറ്റലർജി അല്ലേ? മോൺസ് പ്രക്രിയ ഏതായിരുന്നു? നിക്കലാണ് അല്ലേ? നിക്കൽ ഒരു CO4 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു, ഇതിനെ ഹീറ്റ് ചെയ്യുന്നു, എഗെയിൻ നമുക്ക് പ്യുവർ ആയിട്ടുള്ള നിക്കൽ കിട്ടുന്നു അല്ലേ? S4O. സോ ദിസ് ഇസ് മോൺസ് പ്രോസസ്. ഇനി വേറൊന്നും കൂടെ ഉണ്ട് ഇതേപോലെ, വാൻ ആർക്കൽ പ്രോസസ് അല്ലേ? വാൻ ആർക്കൽ പ്രോസസ് ഏതൊക്കെയായിരിക്കും? സിർക്കോണിയവും ടൈറ്റേനിയവും. ഇതും ഒന്ന് ആലോചിച്ചു കേട്ടോ. ഓപ്ഷൻ C. 62. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ആർക്കാണ്? സൾഫൈഡ് അയോൺസിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് അല്ലേ? കോൺസെൻട്രേറ്റ് ചെയ്യാനാണ്. എക്സാമ്പിൾ PbS എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ലെഡിൻ്റെയൊക്കെ സൾഫൈഡ് ഓർസിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന ലാൻതനൈഡ് അയോൺ D&F ബ്ലോക്ക് എലമെന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? ഇവിടെ ആരായിരിക്കും? ഇവിടെ സീറിയമാണ്. സീറിയം ടു ലുട്ടേഷ്യം ആണ് അല്ലേ? സീറിയം ടു ലുട്ടേഷ്യം ലാൻതനോയിഡ് എലമെന്റ്സ്. അപ്പോൾ എന്തായിരിക്കും? സീറിയത്തിൻ്റെ എന്തായിരിക്കും? Xc 4f1 അല്ലേ?
5D1 6S2 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എല്ലാത്തിൻ്റെയും. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതൊക്കെ അറിഞ്ഞിരിക്കണോ? അറിഞ്ഞിരിക്കണം മക്കളെ. ഗഡോലിനിയത്തിൻ്റെ ഒക്കെ എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എന്താണ്, അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, സീറിയം +4 കാണിക്കുന്നത്. ഇങ്ങനെ ഇതാ ഈ 4 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ ഇവരെന്തായിരിക്കും, സ്റ്റേബിൾ ആയിരിക്കും. ഓപ്ഷൻ ബി. ഓക്കെ, അടുത്തത് 64. ലാന്തനൈഡ് ഘടകങ്ങളിൽ ഏറ്റവും സ്ഥിരതയുള്ളത് ഗഡോലിനിയം. ഞാൻ പറഞ്ഞു ഗഡോലിനിയത്തിൽ എന്താണ് 4f7 വരും. അപ്പം എന്തായിരിക്കും, ഹാഫ് ഫിൽഡ് ആണ്. എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ, ഹാഫ് ഫിൽഡ്. അപ്പം എന്തായിരിക്കും, എക്സ്ട്രാ സ്റ്റേബിൾ ആയിരിക്കും. ദിസ് ഈസ് എക്സ്ട്രാ സ്റ്റേബിൾ. ആൻഡ് അഗെയിൻ ലാന്തനൈഡ്സ് കാണിക്കുന്ന കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്, +3. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ. സിമ്പിൾ ആയിട്ടുള്ളതൊന്നും, വളരെ സിമ്പിൾ ആയിട്ടുള്ളതൊന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. 65. ലന്താനം ടു ലുട്ടേഷ്യം ബേസിസിറ്റി എങ്ങനെ മാറുന്നു? യെസ്, വളരെ ഇമ്പോർട്ടൻറ്റ്. നോക്കിക്കോളൂ, ലന്താനം ടു ലുട്ടേഷ്യം. നിങ്ങൾ പറയും ലാന്തനൈഡ് കോൺട്രാക്ഷൻ ഉണ്ടാവത്തില്ലേ? യെസ്, ലാന്തനൈഡ് കോൺട്രാക്ഷൻ ഉണ്ടാകും. കോൺട്രാക്ഷൻ ഉണ്ടാകുമ്പോൾ സൈസ് എന്താകും, ഡിക്രീസ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് അറിയാം. La3+, Lu3+. ആർക്കാ സൈസ് കുറയുക? കോൺട്രാക്ഷൻ ആണല്ലേ. അപ്പോൾ സൈസ് ഏറ്റവും കൂടുതൽ La3+നും ഇങ്ങോട്ടേക്ക് പോകും തോറും Lu3+ന് എന്താകും, സൈസ് കുറയും അല്ലേ. അപ്പോൾ ഇത് കാറ്റയോൺ ആണ് അല്ലേ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, സ്മോളർ ദ കാറ്റയോൺ, ഓക്കെ, സ്മോളർ ദ കാറ്റയോൺ പോളറൈസബിലിറ്റി കൂടുതലാണ്. സ്മോളർ ദ കാറ്റയോൺ ലാർജർ ദി ആനയോൺ. ഫജാൻസ് റൂള് എന്തായിരിക്കും? യെസ്, കോവാലൻ്റ് ക്യാരക്ടർ എന്തായിരിക്കും ഇവിടെ, കൂടുതലായിരിക്കും. കോവാലൻ്റ് ക്യാരക്ടർ ഇൻക്രീസസ്. അപ്പോൾ കോവാലൻ്റ് ക്യാരക്ടർ അക്രോസ്, യെസ്, കോവാലൻ്റ് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ? കാറ്റയോണിൻ്റെ സൈസ് കുറഞ്ഞാണ് വരുന്നത്, പോളറൈസബിലിറ്റി കൂടും. യെസ്, ഇൻക്രീസസ്. നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്, ബേസിസിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ബേസിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ നോക്കിക്കോളെ, ഞാനൊരു പേജ് എടുക്കാം എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നോക്കിക്കോളൂ, ഇതാ LaOH ത്രൈസ്, അതേപോലെ ലുട്ടേഷ്യം OH ത്രൈസ്. അപ്പോൾ ഇവിടെ എന്താണ്, കോവാലൻ്റ് ക്യാരക്ടർ ഗ്രേറ്റർ ആണ് അല്ലേ. അപ്പോൾ എനിക്ക് എത്ര പറയാം, അയണിക് ക്യാരക്ടർ ഇവിടെ എന്താണ്, ലെസ് ആണെന്ന് പറയാൻ പറ്റും. ഇവിടെ കോവാലൻ്റ് ക്യാരക്ടർ എന്തായിരിക്കും, ലെസ് ആയിരിക്കും. പക്ഷേ അയോണിക് ക്യാരക്ടർ എന്തായിരിക്കും ഇവിടെ, കൂടുതലായിരിക്കും. ആക്ച്വലി നമുക്ക് ബേസിസിറ്റി പറയുമ്പോൾ ഇവരെന്ത് ചെയ്യണം, OH- വിട്ടുകൊടുക്കണം അല്ലേ. OH- വിട്ടുകൊടുക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവരെന്താകണം, അയണിക് ക്യാരക്ടർ കൂടുതലുണ്ടായിരിക്കണം. അപ്പോൾ ഇത് ഫജാൻസ് റൂളിൻ്റെ അപ്ലിക്കേഷനാണ്, ഫജാൻസ് റൂളിൻ്റെ അല്ലേ. അപ്പോൾ യെസ്, ഇവിടെ അയണിക് ക്യാരക്ടർ കൂടുതലാണ്, അല്ലെങ്കിൽ കോവാലൻ്റ് ക്യാരക്ടർ ലെസ് ആണ്. ഫജാൻസ് റൂൾ വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായിരിക്കും, യെസ്, ബേസിസിറ്റി ഏറ്റവും കൂടുതൽ ഇയാൾക്കായിരിക്കും, ഏറ്റവും കുറവായിരിക്കും ലുട്ടേഷ്യത്തിനായിരിക്കും. യെസ്, കുറയുന്നു. ആൻഡ് ലാന്തനൈഡ് കോൺട്രാക്ഷനെ പറ്റി പറയുമ്പോൾ സിർക്കോണിയത്തിൻ്റെയും ഹാഫ്നിയത്തിൻ്റെയും സൈസ് സിമിലർ ആണ് എന്നുള്ള ഒരു കാര്യം ആലോചിച്ച് വെക്കുക കേട്ടോ. യെസ്, കെമിക്കൽ ട്വിൻസ് എന്നൊക്കെ ഇവരെ വിളിക്കുന്നുണ്ട്. കെമിക്കൽ ട്വിൻസ്, സിർക്കോണിയം ആൻഡ് ഹാഫ്നിയം. നെക്സ്റ്റ് വൺ, നെഗറ്റീവ് ചാർജുള്ള സോളുകൾക്ക് ഏറ്റവും കൊയാഗുലേറ്റിംഗ് ശേഷിയുള്ള ഇലക്ട്രോലൈറ്റ്. അപ്പോൾ ഇതെന്താണ്, ഹാർഡി-ഷൂൾസ് റൂൾ ആണല്ലേ. ഹാർഡി-ഷൂൾസ് റൂൾ. ഓക്കെ, കൊയാഗുലേറ്റിംഗ് പവർ ഇസ് പ്രപ്പോർഷണൽ ടു ആർക്കാണ്, യെസ്, വാലൻസി. ഓക്കെ, വാലൻസിക്കാണ്. അപ്പം നെഗറ്റീവാണ്, സോളിൻ്റെ ചാർജ് എന്താ, നെഗറ്റീവ്. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്, കൊയാഗുലേറ്റ് ചെയ്യാൻ പോസിറ്റീവാണ് വേണ്ടത്. പോസിറ്റീവ് ഏറ്റവും കൂടുതലുള്ളത് ആർക്കാണ്, ഏറ്റവും കുറവാണ് ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും കുറവ് കൊയാഗുലേറ്റിംഗ് ശേഷിയാണ്. അപ്പോൾ എന്തായിരിക്കും, പോസിറ്റീവിൻ്റെ ചാർജ് ഏറ്റവും കുറവ്. നോക്കിക്കോ, +3 +2 +2 +1 ആൻഡ് ദിസ് ഇസ് വോട്ട് +2. അപ്പോൾ എന്തായിരിക്കും, ഏറ്റവും കുറവ് ആർക്കായിരിക്കും, NaCl. സിമ്പിളായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഹാർഡി-ഷൂൾസ് റൂൾ എന്ന് പറയുമ്പോൾ ചാടി കയറി ഏറ്റവും കൂടുതലാണെന്നൊന്നും ഇതാ ചെയ്യരുത് കേട്ടോ. ക്വസ്റ്റ്യൻ കറക്റ്റ് വായിച്ചു നോക്കുക. 67. താഴെ പറയുന്നതിൽ ഏതാണ് ഒരു പ്രൊട്ടക്റ്റീവ് കൊളോയിഡ്? വളരെ ഇമ്പോർട്ടൻറ്റ്. ജെലാറ്റിൻ ഈസ് എ വെരി ഗുഡ് പ്രൊട്ടക്റ്റീവ് കൊളോയിഡ്, ജെലാറ്റിൻ. ഇനി വേറൊരു കാര്യമുണ്ട്, നമ്മുടെ ഗോൾഡ് നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. ആൻഡ് ഗോൾഡ് നമ്പറും പ്രൊട്ടക്റ്റീവ് പവറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് എന്നുള്ള കാര്യം ആലോചിച്ച് വേണം കേട്ടോ. അതായത് ആസ് ഗോൾഡ് നമ്പർ ഇൻക്രീസസ്, ഗോൾഡ് നമ്പർ വളരെ കൂടുതലാണെങ്കിൽ ഇവരുടെ പ്രൊട്ടക്റ്റീവ് പവർ എന്താണ്, കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ജെലാറ്റിൻ്റെ ഗോൾഡ് നമ്പർ എന്ന് പറയുന്നത് ആക്ച്വലി 0.005 ഒക്കെയാണ്, വളരെ കുറവാണ്. വിച്ച് മീൻസ് പ്രൊട്ടക്റ്റിംഗ് പവർ എന്താണ്, ഗ്രേറ്റർ ആണ്. ഇത് ചോദിച്ചേക്കാം കേട്ടോ. ഗോൾഡ് നമ്പറിൻ്റെ ഡെഫിനിഷൻ യെസ് ഇവിടെ ഉണ്ട്. ഗോൾഡ് നമ്പർ അർത്ഥമാക്കുന്നത് എന്താണ്?
അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ കൃത്യമായിട്ട് അറിയണം നിങ്ങൾക്ക്. ഗോൾഡ് നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ 10 ml ഗോൾഡ് സോൾ എടുക്കുക. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്യും? ഹൈഡ്രോഫോബിക് ആയതുകൊണ്ട് ഇത് കൊയാഗുലേറ്റ് ചെയ്യും. ഓക്കെ, ഈ കൊയാഗുലേഷൻ നമ്മൾ എന്ത് ചെയ്യരുത്? സമ്മതിക്കരുത്. ഈ കൊയാഗുലേഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ എത്രത്തോളം പ്രൊട്ടക്റ്റീവ് കൊളോയിഡ് ആഡ് ചെയ്യുന്നു മനസ്സിലാക്കണം. ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ, ഇവരുടെ കൊയാഗുലേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ എത്രത്തോളം പ്രൊട്ടക്റ്റീവ് കൊളോയിഡ് ആഡ് ചെയ്യുന്നോ അതാണ് ഗോൾഡ് നമ്പർ. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ ഗോൾഡ് നമ്പർ എന്ന് പറഞ്ഞാൽ എത്രത്തോളം നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ കുറച്ചാണ് ആഡ് ചെയ്യുന്നത്. ജെലാറ്റിൻ എന്താണ്? കുറച്ച് ആഡ് ചെയ്യുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും? നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും. വിച്ച് മീൻസ് നമ്മൾ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ വിട്ടുകൊടുക്കത്തില്ല, കൊയാഗുലേറ്റ് ചെയ്യാൻ വിട്ടുകൊടുക്കത്തില്ല. അപ്പോൾ അതൊന്ന് ആലോചിക്കുക കേട്ടോ. അപ്പോൾ കൊയാഗുലേഷനും പ്രൊട്ടക്റ്റീവ് പവറും ഗോൾഡ് നമ്പറും തമ്മിലുള്ള റിലേഷൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, അപ്പോൾ ഇതെന്തായിരിക്കും? കൊയാഗുലേഷൻ തടയാൻ വേണ്ട പ്രൊട്ടക്റ്റീവ് കൊളോയിഡിൻ്റെ അളവ്, അതാണ് ഗോൾഡ് നമ്പർ. ഓക്കെ, യെസ്. ഗോൾഡ് ആറ്റങ്ങളുടെ എണ്ണം എന്നൊക്കെ ഉണ്ട്, അതൊക്കെ മാർക്ക് ചെയ്ത് വരരുത് കേട്ടോ. യെസ്. 69 അറീനിയസ് പ്ലോട്ടിൽ നിന്നും കിട്ടുന്ന സ്ലോപ്പാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ കാര്യം അല്ലേ? K is equal to A raised to minus A by RT, അറീനിയസ് ഇക്വേഷൻ. ലോഗ് എടുത്തോളൂ, ln എടുത്തോളൂ, ln മൈനസ് A by RT എന്ന് കിട്ടും അല്ലേ? സോ ദിസ് ഇസ് an equation of what? Y is equal to mx plus C എന്നുള്ള കാര്യം. അപ്പോൾ എന്തായിരിക്കും? ln K അല്ലേ? ln Kയും അതേപോലെ ഇത് ടെമ്പറേച്ചർ അല്ലേ? എന്തായിരിക്കും? യെസ്, ഇത് നമ്മുടെ ഇൻ്റർസെപ്റ്റ് ln A എന്തായിരിക്കും? മൈനസ് A by R ആയിരിക്കും അല്ലേ? യെസ്, വിത്ത് നെഗറ്റീവ് സ്ലോപ്പ്. സ്ലോപ്പ് എന്തായിരിക്കും? മൈനസ് A by R. ആക്ടിവേഷൻ എനർജി. 70 ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ K റേറ്റ് കോൺസ്റ്റൻറ്റ് എത്രയാണ്? 1.38 മിനിറ്റ് എന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ അർദ്ധായുസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? T½ ആണ് അല്ലേ? 0.693 by K ആണല്ലേ? സോ ദാറ്റ് ഈസ് 0.693 by എന്ത് വരും? 1.386. ഇതിൻ്റെ ഡബിൾ ആണല്ലേ? എന്നാലോചിച്ച് നോക്കിയേ, ഇതിൻ്റെ ഡബിൾ ആണ്. 0.6ൻ്റെ ഡബിൾ എത്രയാണ്? 1.2. ഓൾമോസ്റ്റ് ഡബിൾ വരും അല്ലേ? ഓൾമോസ്റ്റ് അല്ല, യെസ്, 1/2 എന്ന് വരും. അപ്പോൾ എന്തായിരിക്കും? 0.5 മിനിറ്റ്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. T½ is equal to 0.693 by K. ഓക്കെ, T½ വരികയാണെങ്കിൽ മിക്കവാറും അതെന്തായിരിക്കും? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയിരിക്കും. അതും ഒന്ന് ആലോചിച്ച് നോക്കുക. 71 യെസ്, അഗെയിൻ തെർമോഡൈനാമിക്സിൽ നമ്മളൊരു പ്രോബ്ലം കണ്ടായിരുന്നു. ഇനി നമുക്ക് നോക്കാം. ഓക്കെ, യെസ്. ഒരു വാതകം 2 ലിറ്റർ ടു ഇനീഷ്യൽ വോളിയം എത്രയാ? 2 ലിറ്റർ. ഫൈനൽ എത്രയാ? 10 ലിറ്റർ. യെസ്, 300 കെൽവിൻ. ഐസോതെർമൽ റിവേഴ്സിബിൾ പ്രോസസ്സ് വർക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. ഐസോതെർമൽ റിവേഴ്സിബിൾ പ്രോസസ്സ് എന്താ? -2.303 RT log VF by VI. ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. -2.303 RT log VF by VI. അപ്പോൾ എന്തായിരിക്കും? -2.303 R എത്രയാ? 8.314. ടെമ്പറേച്ചർ എത്രയാ? യെസ്, 300 ഇൻറ്റു ലോഗ് 10/2 അല്ലേ? എന്തായിരിക്കും? 5. കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് സംവെയർ അറൗണ്ട് 4000ൻ്റെ അടുത്തുള്ളൊരു വാല്യൂ ആയിരിക്കും കിട്ടുക. വിച്ച് മീൻസ് 4.01 കിലോ ജൂൾ. ഓഫ് കോഴ്സ് ഇവിടെ എന്തുണ്ടാവും? നെഗറ്റീവ് സൈന് ഉണ്ടാകും. ഓക്കെ, എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തത്. -2.303 RT log VF by VI. നെക്സ്റ്റ് വൺ, ഒരു പ്രതികരണത്തിൻ്റെ ΔHും ΔSും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏത് ടെമ്പറേച്ചറിലാണ് നോൺ സ്പോണ്ടേനിയസ് ആകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോൺ സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ΔG is greater than what? 0. അപ്പോൾ ΔG is equal to നമുക്കറിയാം അല്ലേ? ΔG is equal to ΔH minus T ΔS greater than what? 0. അപ്പോൾ ഇതിൻ്റെ വാല്യൂസ് ജസ്റ്റ് പുട്ട് ചെയ്ത് കൊടുത്താൽ മതി. നോക്കിക്കോളൂ. മൈനസ് എന്തായിരിക്കും? 100 ഇൻറ്റു 10⁻³ മൈനസ് T ഇൻറ്റു ΔS. ΔSൻ്റെ വാല്യൂ എത്രയാണ്? -200. ഓക്കെ, ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും? 0. അപ്പോൾ എന്ത് ചെയ്യുക? 200T അല്ലേ? പ്ലസ് ആകും. ഗ്രേറ്റർ ദാൻ വോട്ട്? ഇതങ്ങോട്ടേക്ക് പോകും അല്ലേ? 100 ഇൻറ്റു 10⁻³ വിച്ച് ഇസ് ഈക്വൽ ടു T ഇസ് ഗ്രേറ്റർ ദാൻ വോട്ട്? 100 ഇൻറ്റു 10⁻³ ബൈ എന്ത് വരും? 200. സോ കട്ട് ചെയ്തോളൂ. 1000/2 എന്ത് വരും? T ഗ്രേറ്റർ ദാൻ 500 എന്ന് വരും. 500ന് മുകളിലുള്ളത് ഒറ്റ വാല്യൂ ഉള്ളൂ. എന്താണ്? യെസ്, 600 കെൽവിൻ. ഓപ്ഷൻ ഡി.
73. ഒരു പ്രക്രിയയുടെ ഡെൽറ്റ ജി സീറോ ലെസ് ദാൻ സീറോ ആണെങ്കിൽ അതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എങ്ങനെയായിരിക്കും? ഒറ്റ റിലേഷനേ ഉള്ളൂ അല്ലേ? ഡെൽറ്റ ജി സീറോ ഇസ് ഈക്വൽ ടു -2.303 RT ലോഗ് കെ എന്നുള്ള ഇക്വേഷൻ. അപ്പോൾ ഇത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ലെസ് ദാൻ സീറോ. ഇത് നെഗറ്റീവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു നെഗറ്റീവ് ഉണ്ട് അല്ലേ? അപ്പോൾ ഈ വാല്യൂ എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. ഈ വാല്യൂ എങ്ങനെയാണ് പോസിറ്റീവ് ആവുക? യെസ്, കെ ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോഴാണ് ഇത് എന്ത് ചെയ്യുക? ഈ വാല്യൂ പോസിറ്റീവ് ആവുക. ക്ലിയർ അല്ലേ? ലെറ്റ്സ് സേ ലോഗ് 2 എന്നെടുത്തോളൂ, 0.30 അല്ലേ? അതാണ് ഞാൻ പറയുന്നത്. ഈ 1നേക്കാൾ കൂടുതലാണെങ്കിൽ ഇതെന്തായിരിക്കും? യെസ്, പോയിന്റ് പ്ലസ് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പോൾ പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്തായിരിക്കും? നെഗറ്റീവ് വാല്യൂ. അപ്പോൾ ഡെൽറ്റ ജി എന്തായിരിക്കും? നെഗറ്റീവ്. ഇനി കെ 1 ആണെങ്കിലോ ഈ വാല്യൂ എന്താവും? ഡെൽറ്റ ജി സീറോ എന്താകും? 0 ആകും. ഇനി കെ ലെസ് ദാൻ 1 ആണെങ്കിലോ? കെ ലെസ് ദാൻ 1 ആണെങ്കിൽ ലോഗ് കെയുടെ വാല്യൂ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ നെഗറ്റീവും കൂടെ എന്താവും? പോസിറ്റീവ് ആവും. അപ്പോൾ ഇതൊക്കെ എന്താണ്? കാൽക്കുലേഷനാണ്. നിങ്ങളൊന്ന് സ്ട്രെങ്തൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? യെസ്, ഡെൽറ്റ ജി സീറോ നെഗറ്റീവ് കിട്ടണമെങ്കിൽ കെയുടെ വാല്യൂ എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ 1. 0 ഡെൽറ്റ ജി സീറോ 0 ആണെങ്കിൽ കെയുടെ വാല്യൂ 1. ഇനി ഡെൽറ്റ ജി സീറോ പോസിറ്റീവ് ആകണമെങ്കിൽ കെയുടെ വാല്യൂ എന്തായിരിക്കണം? ലെസ് ദാൻ 1 ആയിരിക്കണം. ഇത്ര കാര്യമുള്ളൂ, സിമ്പിളാണ്. 74. യെസ്, ഫേസ് ഇക്വിലിബ്രിയവുമായി റിലേറ്റഡ് ആയിട്ടുള്ള 2 ലെക്ചേഴ്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. എഫ് ഇസ് ഈക്വൽ ടു സി മൈനസ് പി പ്ലസ് 2 എന്ന് പറയുന്ന ഒറ്റ ഇക്വേഷനേ ഉള്ളൂ. ഒരു ഘടകമുള്ള കമ്പോണൻറ്റ് 1, 2 ഘട്ടങ്ങളുള്ള ഫേസ് 1 മൈനസ് 2 പ്ലസ് 2 എന്താണ്? 1 എന്ന് വരും അല്ലേ? ദാറ്റ്സ് ഇറ്റ്, ഓപ്ഷൻ ബി. നെക്സ്റ്റ് ചോദ്യം, 0.01 മോളാർ CH3COH കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, മോളാർ കണ്ടക്റ്റൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ? മോളാർ കണ്ടക്റ്റൻസ് ഇസ് ഈക്വൽ ടു 4.6 സീമൻ cm² പെർ മോൾ. ഓക്കെ, അതിൻ്റെ അത്യലളിത മൂല്യമായിട്ടുള്ള, അതായത് മോളാർ കണ്ടക്റ്റൻസ് അറ്റ് ഇൻഫൈനൈറ്റ് ഡൈലൂഷൻ ആണ് മക്കളെ പറയുന്നത് കേട്ടോ. വേറെ ഒന്നുമല്ല, എന്താണ്? 390.5 ആണ്. അങ്ങനെയാണെങ്കിൽ ഡിസോസിയേഷൻ ഡിഗ്രി ആണ് ചോദിച്ചിരിക്കുന്നത്, വിച്ച് ഇസ് ആൽഫ. ആൽഫ എങ്ങനെ കണ്ടുപിടിക്കും? ലാംഡ എമ്മും ലാംഡ M0 തരികയാണെങ്കിൽ വിച്ച് ഇസ് 4.6 ബൈ 390.5. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. കോൺസെൻട്രേഷൻ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ആൽഫ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഇസ് ഈക്വൽ ടു ലാംഡ എം ബൈ ലാംഡ M0. സോൾവ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് 0.0118. ഓക്കെ, അല്ലെങ്കിൽ 1.18% എന്നൊക്കെ നിങ്ങൾക്ക് കിട്ടും. സോ ഓപ്ഷൻ എ. 76. ഡെൽറ്റ എച്ച് നെഗറ്റീവ്, ഡെൽറ്റ എച്ച് പോസിറ്റീവ്. അപ്പോൾ ഒന്നാലോചിച്ച് നോക്കിയേ, ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് ആണ് അല്ലേ? ഡെൽറ്റ എച്ച് എന്താ പറഞ്ഞേ? നെഗറ്റീവ്. മൈനസ് ഇത് ടെമ്പറേച്ചർ എപ്പോഴും പോസിറ്റീവ്, ഡെൽറ്റ എസും പോസിറ്റീവ്. അപ്പോൾ ഇതെന്തായിരിക്കും? പോസിറ്റീവ്. നെഗറ്റീവിൽ നിന്ന് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി കുറയ്ക്കുകയാണ്, എപ്പോഴും നമുക്ക് എന്ത് കിട്ടും? നെഗറ്റീവ് കിട്ടും. വിച്ച് മീൻസ് ഡെൽറ്റ ജി എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും, സ്പോണ്ടേനിയസ് ആയിരിക്കും. അതായത് എല്ലാ താപനിലയിലും എന്തായിരിക്കും? സ്പോണ്ടേനിയസ് ആയിരിക്കും, സ്വതസിദ്ധമായിരിക്കും. ഓക്കെ. 76. ഒരു എൻഡോതെർമിക് പ്രതികരണം, വിച്ച് മീൻസ് ഡെൽറ്റ എച്ച് ഗ്രേറ്റർ ദാൻ 0. ഇവിടെ എന്താ? ഡെൽറ്റ എച്ച് ലെസ് ദാൻ 0 ആയിരുന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ എപ്പോഴാണ് സ്പോണ്ടേനിയസ് ആകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഇതെന്തായിരിക്കും? പോസിറ്റീവ്. പോസിറ്റീവ് മൈനസ് ടി ഡെൽറ്റ എസ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കിയേ, പോസിറ്റീവ് മൈനസ് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി, വിച്ച് മീൻസ് നമുക്കിത് നെഗറ്റീവ് കിട്ടണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതെന്തായിരിക്കണം? ഹൈ നെഗറ്റീവ് ആയിരിക്കണം അല്ലേ? ഈ ടി ഡെൽറ്റ എസിൻ്റെ വാല്യൂ എന്തായിരിക്കണം? ടി ഡെൽറ്റ എസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ലാർജ് നെഗറ്റീവ് ആയിരിക്കണം. ഓക്കെ, അങ്ങനെ ലാർജ് നെഗറ്റീവ് ആയിരിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഡെൽറ്റ എസ് എന്തായിരിക്കണം? യെസ്, പോസിറ്റീവ് ആയിരിക്കണം അല്ലേ? ഓൾറെഡി ഇവിടെ നെഗറ്റീവ് സൈൻ ഉണ്ട്. മാത്സ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? യെസ്, ഈ ടി ഡെൽറ്റ എസ് വലുതാണെങ്കിൽ ടെമ്പറേച്ചർ എന്തായിരിക്കണം? ഹൈ ആയിരിക്കും. ഓപ്ഷൻ സി. 78. ഒരു ഐഡിയൽ ഗ്യാസിൻ്റെ അഡയബാറ്റിക് സ്വതന്ത്ര വികാസം, ഫ്രീ എക്സ്പാൻഷൻ അല്ലേ? എക്സ്റ്റേണൽ തെർമോഡൈനാമിക്സിൻ്റെ ലെക്ചർ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എക്സ്റ്റേണൽ പ്രഷർ എത്രയായിരിക്കും? 0 ആയിരിക്കും അല്ലേ? എക്സ്റ്റേണൽ പ്രഷർ 0 ആണെങ്കിൽ വർക്ക് -P എക്സ്റ്റേണൽ dV ആണ്. ഇത് 0 ആണെങ്കിൽ വർക്ക് എന്തായിരിക്കും മക്കളെ? 0 ആയിരിക്കും. സ്വതന്ത്ര വികാസം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അഡയബാറ്റിക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അഡയബാറ്റിക് എന്ന് പറയുമ്പോൾ Q എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ Qയും 0, Wയും 0. ഓക്കെ, അപ്പോൾ ഡെൽറ്റ ടി മാത്രമേ നമുക്ക് അറിയേണ്ട ആവശ്യമുള്ളൂ. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു Q പ്ലസ് W, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്.
അല്ലേ? അപ്പോൾ Q0 എന്ന് പറഞ്ഞു അല്ലേ? അഡയാബാറ്റിക് എന്നായതുകൊണ്ട് Q0, W 0. ഓക്കെ, അപ്പോൾ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി എന്തായിരിക്കും? 0. ആൻഡ് യു നോ ദാറ്റ് ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു NCV ഡെൽറ്റ ടി. ഇത് 0 ആണെങ്കിൽ മക്കളെ ഡെൽറ്റ ടി യു എന്തായിരിക്കണം? 0 ആയിരിക്കണം. അപ്പോൾ എല്ലാം എന്താ? 0 ആണ്. ഓപ്ഷൻ എ. 79. ഒരു പ്രതികരണത്തിന് ഡെൽറ്റ എച്ച് തന്നിട്ടുണ്ട്, ഡെൽറ്റ എസ് തന്നിട്ടുണ്ട്. ഓക്കെ, ഈ പ്രതികരണം സ്വയം സ്പോണ്ടേനിയസ് ആകുന്നത് എപ്പോഴാണ് എന്നാണ് ചോദിച്ചത്. നേരത്തെ ചെയ്ത അതേ കാര്യം ജസ്റ്റ് അങ്ങ് ചെയ്ത് കൊടുക്കുക. ഡെൽറ്റ ജി എന്തായിരിക്കണം? ലെസ് ദാൻ 0 ആയിരിക്കണം. വിച്ച് മീൻസ് ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് ലെസ് ദാൻ 0 ആയിരിക്കണം അല്ലേ? അപ്പോൾ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ എത്രയാണ്? 35.5 കിലോ ജൂൾ മൈനസ് എന്തായിരിക്കും? ഇതാ ടി ഇൻറ്റു 83.6 ലെസ് ദാൻ 0. അപ്പോൾ എന്ത് വരും? ഇതാ ടി ഇൻറ്റു 83.6 ഗ്രേറ്റർ ദാൻ എന്ത് വരും? ഇത് അങ്ങോട്ടേക്ക് പോകും അല്ലേ? 35.5 ഇൻറ്റു 10⁻³ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇനി എന്തായിരിക്കും? അപ്പോൾ ടിയുടെ വാല്യൂ എന്തായിരിക്കും? 425 കെൽവിൻ എന്ന് ആൻസർ വരും. അത്രയേ ഉള്ളൂ. ഓപ്ഷൻ എ. നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ്. ഓക്കെ, ജസ്റ്റ് സ്പോണ്ടേനിയസ് ആണോ നോൺ സ്പോണ്ടേനിയസോ? സ്പോണ്ടേനിയസ് ആണെങ്കിൽ ലെസ് ദാൻ 0, നോൺ സ്പോണ്ടേനിയസ് ആണെങ്കിൽ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0. അത്രയേ ഉള്ളൂ കാര്യം. സിമ്പിളാണ്. നെക്സ്റ്റ് വൺ, ഇതാ ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. എന്നിട്ട് ഡെൽറ്റ എച്ച് മൈനസ് ഡെൽറ്റ ഇ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും? ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി. സോ ഇത് ഇങ്ങോട്ടേക്ക് എടുത്തോ. ഡെൽറ്റ എച്ച് മൈനസ് ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ഡെൽറ്റ എൻ ജി, നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാഷ്യസ് പ്രൊഡക്റ്റ്. ഡെൽറ്റ എൻ ജി ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാഷ്യസ് പ്രൊഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ട്? ഗ്യാഷ്യസ് റിയാക്ടൻറ്റ്. അത്രയേ ഉള്ളൂ. 3 മൈനസ് 6 അല്ലേ? ഇവിടെ 3 മോളുണ്ട്, ഇവിടെ 6 മോളുണ്ട്. 3 മൈനസ് 6 എന്ത് കിട്ടും? -3. അപ്പോൾ എന്തായിരിക്കും? -3 RT. ദാറ്റ്സ് ഇറ്റ്. സിമ്പിൾ അല്ലേ? ഇറ്റ്സ് ഓപ്ഷൻ ബി. വളരെ കൺഫ്യൂസിങ് ആയിട്ട് തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ വളരെ സിമ്പിളാണ് അല്ലേ? 81. ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കും. അപ്പോൾ ഇത് കണ്ടാൽ നമുക്കൊന്നും മനസ്സിലാകത്തില്ല. നോക്കി, 2 CL എന്തൊക്കെയോ ആകുന്നു അല്ലേ? 2 CL Cl2 ആകുന്നു. അപ്പം നിങ്ങൾക്ക് ഒറ്റ കാര്യം പറയാൻ പറ്റും, എൻട്രോപ്പി കൂടുകയോ കുറയ്ക്കും. ഇവിടെ 2 എണ്ണം ഉണ്ടായിരുന്നു, ഇവിടെ എന്താണ്? ഒരൊറ്റ എണ്ണേ ഉള്ളൂ അല്ലേ? 2 ആളുള്ളതാണോ റാൻഡംനെസ് കൂടുതൽ, ഒരാളുള്ളതാണോ റാൻഡംനെസ് കൂടുതൽ? ഓഫ് കോഴ്സ് 2 ആളുള്ളതാണ് അല്ലേ? അപ്പോൾ ഡെൽറ്റ എസിൻ്റെ വാല്യൂ എന്തായാലും എന്തായി? ഗ്രേറ്റർ ദാൻ 0. എന്ന് ഞാൻ ചോദിക്കട്ടെ, ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു, CL ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു, എന്താൽപ്പി എന്തായിരിക്കും? നമ്മൾ അങ്ങോട്ട് കൊടുക്കണ്ടേ? എനർജി അങ്ങോട്ട് കൊടുക്കണം. ഡെൽറ്റ എച്ച് ഗ്രേറ്റർ ദാൻ 0. ഇവിടെ പക്ഷേ എന്താ സംഭവിക്കുന്നത്? Cl2 ഫോം ചെയ്യുന്നതാണ്, ബോണ്ട് ഫോർമേഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ എന്തായിരിക്കും? യെസ്, നെഗറ്റീവ് ആയിരിക്കും. ബോണ്ട് ബ്രേക്കിംഗ് പോസിറ്റീവ്, ബോണ്ട് ഫോർമേഷൻ എന്തായിരിക്കും? നെഗറ്റീവ്. അപ്പോൾ ഡെൽറ്റ എച്ച് നെഗറ്റീവ്, അതേപോലെ തന്നെ ഡെൽറ്റ എസ് ഗ്രേറ്റർ ദാൻ 0 ആണ് പറഞ്ഞത്. ഡെൽറ്റ എസ് എന്തായിരിക്കും? ലെസ് ദാൻ 0 ആണ് അല്ലേ? എന്തുകൊണ്ടാണ്? ഇവിടെ 2 എണ്ണം ഉണ്ടായിരുന്നു, ഇവിടെ ഒന്നേ ഉള്ളൂ. എൻട്രോപ്പി കുറയുകയാണ് ചെയ്യുന്നത് അല്ലേ? യെസ്. അപ്പോൾ എന്തായിരിക്കും? ഡെൽറ്റ എച്ചും നെഗറ്റീവ്, ഡെൽറ്റ എസും എന്താണ്? നെഗറ്റീവ്. അടുത്ത ചോദ്യം, ഒരു കീറ്റോണ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഏത് ടൈപ്പ് ഓഫ് ആൽക്കഹോൾ ആണ് ഫോം ചെയ്യുന്നത്? അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക. ഫോർമാൽഡിഹൈഡും ഗ്രിഗ്നാർഡ് റിയേജൻറ്റും ആണെങ്കിൽ എന്തായിരിക്കും? യെസ്, ദാറ്റ് ഈസ് പ്രൈമറി ആൽക്കഹോൾ. അത്രയേ ഉള്ളൂ കാര്യം. ഇനി വേറെ ഏത് ആൽഡിഹൈഡ് അതർ ദാൻ ഫോർമാൽഡിഹൈഡ്, എനി അതർ ആൽഡിഹൈഡ് എന്തായിരിക്കും? സെക്കൻഡറി ആൽക്കഹോൾ. ഓക്കെ. ഇനി കീറ്റോൺ ആണെങ്കിലോ മക്കളെ എന്താ കിട്ടുക? ടേഴ്സറി ആൽക്കഹോൾ. ഷോർട്ട് കട്ടാണ്, പഠിച്ചു വെച്ചോ. വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല. ടേഴ്സറി ആൽക്കഹോൾ. ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് വെൻ റിയാക്ടിങ് വിത്ത് കീറ്റോൺ എന്താണ്? ടേഴ്സറി. ഫോർമാൽഡിഹൈഡ് എന്താണ്? പ്രൈമറി. എനി അതർ ആൽഡിഹൈഡ് എന്താണ്? സെക്കൻഡറി. 83. ടോളൻസ് ടെസ്റ്റിൽ സിൽവർ മിറർ പ്രതിഫലനം കാണിക്കുന്ന സംയുക്തം. നമുക്കറിയാം ടോളൻസ് റിയേജൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ടോളൻസ് റിയേജൻറ്റ് ഈസ് എ മൈൽഡ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഇത് ആരുമായിട്ട് റിയാക്ട് ചെയ്യൂ? യെസ്, ആൽഡിഹൈഡുമായിട്ട് മാത്രമേ റിയാക്ട് ചെയ്യൂ. കീറ്റോണുമായിട്ട് റിയാക്ട് ചെയ്യൂ? ഇല്ല. ഓക്കെ. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ബെൻസാൽഡിഹൈഡ് ആണ് അല്ലേ? അസറ്റോൺ ഇല്ല. ഇതാ ഓക്കെ, എല്ലാം കീറ്റോൺ ആണ്. ഓപ്ഷൻ ബി. 84. വെള്ളത്തിൽ ദ്രവ്യമായതും ചൂടിലൂടെ തകരുന്നതുമായിട്ടുള്ള വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസൊക്കെ കറക്റ്റായിട്ട് പഠിച്ചിട്ട് വേണം മക്കളെ പോകാൻ.
ഓക്കെ, അപ്പോൾ വെള്ളത്തിൽ ലയിക്കുന്നത് ഏതാണ്? വൈറ്റമിൻ സി, അസ്കോർബിക് ആസിഡ് അല്ലേ? അസ്കോർബിക് ആസിഡ്. ബാക്കിയൊക്കെ എന്താണ്? വൈറ്റമിൻ എ, ഡി, കെ, ഇതൊക്കെ എന്താണ്? ഫാറ്റ് സൂലബിൾ ആണ്. ഫാറ്റ് സൂലബിൾ. ഓക്കെ. 85. നൈലോൺ 66 നിർമ്മിക്കുന്നത് എന്തിൽ നിന്നാണ്? എന്താണ്? യെസ്, അഡിപിക് ആസിഡും ഹെക്സാമെഥിലീൻ ഡയമൈനും അല്ലേ? ഹെക്സാമെഥിലീൻ ഡയമൈൻ, ഹെക്സാമെഥിലീൻ ഡയമൈനും അതേപോലെ അഡിപിക് ആസിഡ് COH, CH2 4 COH. ഓക്കെ, എന്തായിരിക്കും ഓപ്ഷൻ ബി. 86. ബയോഡീഗ്രേഡബിൾ പോളിമർ ഏതാണ്? യെസ്, PHBV ആണ് അല്ലേ? യെസ്, ഇതെപ്പോഴും ആലോചിച്ച് നോക്കണം, ഇതെപ്പോഴും ചോദിക്കുന്നതാണ് PHBV. ഓക്കെ, ബയോഡീഗ്രേഡബിൾ പോളിമർ. 87. അസറ്റൈൽ അസറ്റോൺ. ഓക്കെ, സംയുക്തത്തിൽ ഏറ്റവും അസഡിക് ആയിട്ടുള്ള ഹൈഡ്രജൻ എവിടെയാണ്? അപ്പോൾ അസറ്റൈൽ അസറ്റോൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതാ ഇങ്ങനെയായിരിക്കും അല്ലേ? CH2. യെസ്, സെറ്റൈൽ അസറ്റോൺ, ഇതാണ് സംഭവം. ഓക്കെ, ഏത് ഹൈഡ്രജൻ ആയിരിക്കും ഏറ്റവും ഈസി ആയിട്ട് വിട്ടുകൊടുക്കുക? ഈ ഹൈഡ്രജൻ ആയിരിക്കും മക്കളെ ഏറ്റവും ഈസി ആയിട്ട് വിട്ടുകൊടുക്കുക. എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ? CH. ഓക്കെ, കാരണം എന്താ? ഈ H+ അങ്ങ് വിട്ടുകൊടുത്താൽ ഇവിടെ എന്തായിരിക്കും? നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഇതാ ഇവിടുന്ന് H+ പോയി കാർബാനയോണിൻ്റെ സ്റ്റെബിലിറ്റി അല്ലേ? യെസ്, കാർബാനയോണിൻ്റെ സ്റ്റെബിലിറ്റിയാണ് പറയുന്നത്. ഓക്കെ, യെസ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു, ഇത് ഇങ്ങോട്ട് വരുന്നു, ഇതെന്തായിരിക്കും? റെസണൻസ് സ്റ്റെബിലൈസ്ഡ് ആയിരിക്കും. അപ്പോൾ എന്തായിരിക്കും? യെസ്, മെത്തിൽ ഗ്രൂപ്പാണോ? അല്ല. ഓക്കെ, കീറ്റോ ഗ്രൂപ്പിൻ്റെ ആൽഫ സ്ഥാനത്താണ് അല്ലേ? മെത്തിൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രൂപ്പാണ്, ഇതാണോ? അല്ല. യെസ്, ഈനോണിലെ OH ആണോ? അല്ല. കീറ്റോ ഗ്രൂപ്പിൻ്റെ ആണോ? അല്ല. ഏറ്റവും അസിഡിക് ഏതാണ്? യെസ്, ഇവിടെയുള്ള കീറ്റോ ഗ്രൂപ്പിൻ്റെ ആൽഫ സ്ഥാനത്ത്. ആൽഫ സ്ഥാനത്ത് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് അവർക്ക് പറയാമായിരുന്നു. എവിടെയാണ്? യെസ്, ഇവിടെയാണ്. ഇതും എന്ത് തന്നെയാണ്? ആൽഫയാണ്. പക്ഷേ ഇതല്ല. മെത്തിലാണോ? അല്ല. ഓപ്ഷൻ എ. 88. പ്രാഥമിക ആൽക്കഹോളിനെ ആൽഡിഹൈഡാക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന ഏജന്റ് ഏതെന്നാണ് ചോദ്യം. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആരാണ് മക്കളെ? പിരിഡിനിയം ക്ലോറോക്രോമേറ്റ്. പിരിഡിനിയം ക്ലോറോക്രോമേറ്റ് ആണ്. ആലോചിച്ചോ കേട്ടോ. യെസ്, PCC വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. 89. ഫിഡൽ ക്രാഫ്റ്റ് പ്രവർത്തനത്തിന് വിധേയമാകാത്തത് എന്ത്? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ബെൻസീൻ സിസ്റ്റം ഉണ്ടാവും അല്ലേ? ഇവിടെ RCl-ഉം AlCl3 ആണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രോഫൈൽ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? R+. ഇത് ഇലക്ട്രോഫൈലാണ്. അപ്പോൾ ഇവിടെ അറ്റാക്ക് ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ അറ്റാക്കിംഗ് സ്പീഷീസ് എന്താണ്? അറ്റാക്കിംഗ് സ്പീഷീസ് ഒരു ഇലക്ട്രോൺ റിച്ച് ആയിരിക്കണം. ഇലക്ട്രോൺ റിച്ച്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ നൈട്രോ ബെൻസീൻ എന്ന നൈട്രോ ഗ്രൂപ്പ് എന്താണ്? -M എഫക്റ്റും -I എഫക്റ്റ് കാരണവും സ്ട്രോങ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. ഗ്രൂപ്പ്. അപ്പോൾ എന്ത് ചെയ്യത്തില്ല? ഇവർ നല്ല ന്യൂക്ലിയോഫൈൽ ആയിരിക്കണം അല്ലേ? ഇവിടെ നിന്ന് ഈ ഇലക്ട്രോഫൈലിനെ അറ്റാക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ ഇലക്ട്രോൺ ഡെൻസിറ്റി വേണം. ഈ ഇലക്ട്രോൺ ഡെൻസിറ്റി ഒക്കെ ആരെടുത്തു? NO2 എടുത്തു. അപ്പോൾ നൈട്രോ ബെൻസീൻ NO2 സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ ഫിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ നടക്കത്തില്ല. ഓക്കെ, സോ ഓപ്ഷൻ ബി. ഓഫ് കോഴ്സ് Cl എന്താണ്? ഡീആക്ടിവേറ്റിംഗ് ആണ്, പക്ഷെ അത്രത്തോളം ഇല്ല. ഇപ്പോൾ Cl-ൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഇതും എന്താണ്? യെസ്, ഇവിടെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കണം. ഇവിടെ -I എഫക്റ്റും ഉണ്ട്, അതേപോലെ +M എഫക്റ്റും ഉണ്ട്. ഏതാണ് പ്രയോറിറ്റി കൂടുതൽ? യെസ്, -I എഫക്റ്റ്. സ്വതവേ ജനറലി എന്താണ്? -I എഫക്റ്റ് കുറവാണ് മീസോമറിക് എഫക്റ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. പക്ഷേ യെസ്, ക്ലോറോബെൻസീനിൽ -I എഫക്റ്റ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഇതിനെ റിംഗ് ഡീആക്ടിവേറ്റേഴ്സ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. റിംഗ് ഡീആക്ടിവേറ്റേഴ്സ്. ഓക്കെ, ഇനി ടോളുവീൻ എടുക്കുകയാണെങ്കിലോ? ടോളുവീൻ യെസ്, ഹൈപ്പർ കോൺജുഗേഷൻ കാരണം ഇതെന്താണ്? ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇലക്ട്രോഫൈലിനെ ഈസി ആയിട്ട് അറ്റാക്ക് ചെയ്യും. സോ ഇവിടെ എന്തായിരിക്കും? നൈട്രോ ബെൻസീൻ. നമ്പർ 19. 2-ബ്യൂട്ടൈനുമായി അധികം HBr എക്സസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നം നോക്കിക്കോളൂ. 2-ബ്യൂട്ടൈൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? CH3 C ട്രിപ്പിൾ ബോണ്ട് C CH3 അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ആഡ് ചെയ്യാം? നോക്കൂ, HBr-നെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. HBr-നെ ആഡ് ചെയ്തോ. അപ്പോൾ എന്ത് കിട്ടും? H ഇവിടെ പോയിട്ട് അറ്റാക്ക് ചെയ്തോട്ടെ അല്ലേ? യെസ്, സിമ്മട്രിക്കലാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. Br ഇവിടെ വന്നോട്ടെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? CH3 C Br എന്ത് കിട്ടും? ഡബിൾ ബോണ്ട് CH3 എന്നുള്ള രീതിയിൽ കിട്ടും. ഇനി വീണ്ടും എന്ത് ചെയ്യാം? HBr ആഡ് ചെയ്യാം. രണ്ടും എന്ത് തന്നെയാണ്? മാർക്കോനിക്കോഫ് അഡിഷൻ തന്നെയാണ്.
അപ്പോൾ എന്ത് ചെയ്യും? മാർക്കോണിക് ഓഫ് അഡീഷൻ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ എച്ച് പ്ലസ് ഉള്ള എടുത്ത് അല്ലേ? ഇവിടെ വന്നിട്ട് അറ്റാക്ക് ചെയ്യട്ടെ, ബി ആർ എന്ത് വരും? ഇങ്ങോട്ട് വരും. യെസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? CH3 C BR BR CH2 CH3 എന്നുള്ള രീതിയിൽ കിട്ടും. അപ്പോൾ എന്തായിരിക്കും? 2,2 ഡൈബ്രോമോ ബ്യൂട്ടെയിൻ എന്നുള്ള രീതിയിൽ നമുക്ക് ആൻസർ കിട്ടും. 98. 91. താഴെ പറയുന്നതിൽ നോൺ റെഡ്യൂസിങ് ഷുഗർ ഏതാണ്? ഗ്ലൂക്കോസ്, ലാക്ടോസ്, മാൾട്ടോസ്. ഇതൊക്കെ എന്താണ്? യെസ്, റെഡ്യൂസിങ് ഷുഗർ ആണ്. റെഡ്യൂസിങ് ഷുഗർ. പക്ഷേ സൂക്രോസ് എന്താണ്? നോൺ റെഡ്യൂസിങ് ഷുഗർ ആയിരിക്കും. നോൺ റെഡ്യൂസിങ് ഷുഗർ. ആൻഡ് വൺ മോർ തിങ്, നമ്മുടെ എന്തായിരിക്കും? ഓൾ മോണോസാക്രൈഡ്സ് എല്ലാം എന്തായിരിക്കും? റെഡ്യൂസിങ് ഷുഗർ ആയിരിക്കും. ആ ഒരു ചോദ്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഏത് മോണോസാക്രൈഡ് ആണെങ്കിലും അതെന്തായിരിക്കും? റെഡ്യൂസിങ് ആയിരിക്കും. അപ്പോൾ സൂക്രോസ് എന്താണ്? നോൺ റെഡ്യൂസിങ് ഷുഗർ ആണ്. ഓക്കെ. ഫ്രീ ആൽഡിഹൈഡോ അല്ലെങ്കിൽ കീറ്റോ ഗ്രൂപ്പോ ഇല്ലാത്തത് കൊണ്ടാണ് അല്ലേ? രണ്ടും എന്താണ്? ഇൻവോൾവ് ആയി. ഫ്രീ ആൽഡിഹൈഡോ കീറ്റോൺ ഗ്രൂപ്പോ ഇല്ലാത്തത് കൊണ്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്? നോൺ റെഡ്യൂസിങ് ഷുഗർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. 92. അതേപോലെ മാൾട്ടോസിനെയൊക്കെ ഹൈഡ്രോളൈസ് ചെയ്താൽ എന്ത് കിട്ടും? സൂക്രോസിനെ ഹൈഡ്രോളൈസ് ചെയ്താൽ എന്ത് കിട്ടും? ഗ്ലൂക്കോസും ഫ്രക്ടോസും കിട്ടും. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. 92. ലൂക്കാസ് റിയേജൻറ്റ് ഉപയോഗിച്ച് പ്രൈമറി, ടേഴ്സറി, സെക്കൻഡറി, ടേഴ്സറി എങ്ങനെയാണ്? ടേഴ്സറി എന്താണ്? ഉടൻ തന്നെ. സെക്കൻഡറി മന്ദം, ചെറുതായിട്ടല്ലേ? പ്രൈമറി എന്താണ്? പ്രതികരണം ഇല്ല. യെസ്, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി 2 ബ്യൂട്ടനോൾ ഡീഹൈഡ്രേഷൻ ചെയ്താൽ കിട്ടുന്ന പ്രധാന ഉൽപ്പന്നം എന്താണ്? ബ്യൂട്ടനോൾ. നോക്കി, 2 ബ്യൂട്ടനോൾ ആകുമ്പോൾ എന്തായിരിക്കും? ഡീഹൈഡ്രേഷൻ ചെയ്തു അല്ലേ? -H2O. എന്ത് കിട്ടും നമുക്ക്? CH3 CH ഡബിൾ ബോണ്ട് CH3 എന്തായിരിക്കും? ബ്യൂട്ട് 2E. നെക്സ്റ്റ് ചോദ്യം, മോണോക്ലോറിനേഷൻ ചെയ്താൽ ഒരു ഉൽപ്പന്നം മാത്രമേ കിട്ടത്തുള്ളൂ. വിച്ച് മീൻസ് ഇതെന്തായിരിക്കണടാ? നിയോപെൻറ്റൈൻ. ഇത് സ്ട്രക്ചർ വരച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതാ നോക്കൂ, ഇതാണ് നിയോപെൻറ്റൈൻ അല്ലേ? യെസ്. ഇവിടെ നോക്കിയേ, മോണോക്ലോറിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് ഒരു Cl വരും. അപ്പോൾ ഈ ഹൈഡ്രജൻസ് ഒക്കെ എന്താണ്? ഇക്വിവാലൻ്റ് ആണ്. അപ്പോൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും ഇതെന്തായിരിക്കും? സെയിം ആയിരിക്കും. അതേസമയം ബ്യൂട്ടൈൻ, നോർമൽ ബ്യൂട്ടൈൻ ആണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, CH3 CH2 CH3. ഓക്കെ, ഈ CH3 CH3 എന്താണ്? ഇക്വിവാലൻ്റ് ആണ്. അതേസമയം ഇതും എന്താണ്? ഇക്വിവാലൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എത്ര പ്രൊഡക്റ്റ് കിട്ടും? 2 ഡിഫറെൻറ്റ് ടൈപ്പ് പ്രൊഡക്റ്റ് കിട്ടും. ഒറ്റ പ്രൊഡക്റ്റ് ആണ്, ഉറപ്പിച്ചോ, അതെന്തായിരിക്കും? നിയോപെൻറ്റൈൻ. എല്ലാം എന്തായിരിക്കും? ഓൾ ഹൈഡ്രജൻസ് ആർ വാട്ട്? ഇക്വിവാലൻ്റ് ഇൻ നേച്ചർ. 95. ഫിനോള് ബ്രോമിൻ വാട്ടറുമായി ചേർന്നാൽ, യെസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിനോള് ബ്രോമിൻ വാട്ടർ അല്ലേ? Br2 ബാർ വാട്ടർ. ഓക്കെ, ഫിനോള് Br246 ട്രൈബ്രോമോ ഫിനോൾ എന്നുള്ള രീതിയിൽ ഓപ്ഷൻ സി നമുക്ക് കിട്ടും. 96. ഈഥൈൽ ആൽക്കഹോളിനെ കോൺസെൻട്രേറ്റഡ് H2SO4 170 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, യെസ്, 170 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും എടാ? യെസ്, 443 കെൽവിൻ ആണ്. ഡീഹൈഡ്രേഷൻ ആണ് സംഭവിക്കുക. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. 170 നിങ്ങൾ പഠിച്ചിട്ടില്ലെന്ന് പറയും, പക്ഷെ എന്താണ്? 443 നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, വിച്ച് ഇസ് ഡീഹൈഡ്രേഷൻ. അതേസമയം 413 നമുക്ക് എന്തായിരിക്കും? ആലോചിക്കണം, ഈത്തർ സിന്തസിസ് ആണ് അല്ലേ? ഈത്തർ സിന്തസിസ് ആയിരിക്കും 413 നമുക്ക് കിട്ടുക. അപ്പോൾ ഈഥൈൽ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ ഓക്കെ, യെസ്, വാട്ടർ അങ്ങ് എലിമിനേറ്റ് ചെയ്ത് പോകും. അപ്പോൾ എന്തായിരിക്കും? ഇത്തീൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാകുക. ഓപ്ഷൻ ബി. 97. ഇൻഡക്റ്റീവ് എഫക്റ്റിൻ്റെ സ്വഭാവം ഏതാണ്? ഇൻഡക്റ്റീവ് എഫക്റ്റ് വീക്ക് എഫക്റ്റ് ആണ്, സ്ഥിരമായിട്ടുള്ള ഇലക്ട്രോൺ മാറ്റമാണ്. എൻ്റെ കയ്യിൽ ആലോചിക്കുക, സിഗ്മയാണ് അല്ലേ? സിഗ്മ ബോണ്ടിലൂടെയാണ് ഇത് നടക്കുന്നത്. പൈ ബോണ്ടാണോ? അല്ല. പൈ ബോണ്ടാകുമ്പോൾ ഏതാ? മീസോമറിക് എഫക്റ്റ് ആണ്. ആലോചിച്ച് നോക്കുക. SN1 പ്രധാന സവിശേഷത എന്താണ്? കാർബോകാറ്റയോൺ ഇൻ്റർമീഡിയറ്റ് ആണ്. വേറെ ഒന്നും പറയാനില്ല. SN1 SN2 പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കുക. എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നല്ലാതെ വേറെ ഒരു ചോദ്യവും ഒരു എക്സാമിനും ചോദിക്കത്തില്ല. അത്രയും ക്ലാരിറ്റി ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. 99. എലിമിനേഷൻ മെക്കാനിസത്തിലെ ആദ്യഘട്ടം ഏതാണ്? E1 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ E1 എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എഗെയിൻ എലിമിനേഷൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതൊന്ന് നോക്കുക കേട്ടോ. E1 എന്ന് പറയുമ്പോൾ SN1 തന്നെയാണ്.
SN1 എന്ന് പറയുമ്പോൾ SN1 എന്താ കാർബോകേറ്റയോൺ. അതേപോലെ ഇവിടെ എന്തായിരിക്കും, ഒരു കാർബോകേറ്റയോൺ ഫോർമേഷൻ വരും. ലീവിങ് ഗ്രൂപ്പ് അങ്ങ് പോയിട്ട് കാർബോകേറ്റയോൺ വരുന്നു. അതാണ് E1. കൂടുതൽ ഡീറ്റെയിൽസ് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ആൻഡ് ഫൈനലി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 100th ക്വസ്റ്റ്യൻ. മീസോമറിക് എഫക്റ്റ് കാണുന്നത് ഏത് സിസ്റ്റത്തിലാണ്? നോക്കിയേ, ഒറ്റ ബോണ്ടുകൾ സിംഗിൾ ആണോ? അല്ല. ഓൺലി ട്രിപ്പിൾ ബോണ്ട്സ് ആണോ? അല്ല. ഡബിൾ ബോണ്ടിലും കാണിക്കും അല്ലേ? കോൺജുഗേറ്റഡ് പൈ സിസ്റ്റത്തിൽ. യെസ്, മീസോമറിക് എഫക്റ്റ് എന്താണ്? യെസ്, കോൺജുഗേറ്റഡ് പൈ സിസ്റ്റത്തിലാണ് കാണിക്കുക. അയണിക് ബോണ്ട് ആണോ? അല്ല. ഓപ്ഷൻ സി. അപ്പോൾ 100 ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ്ലി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ എന്തായാലും ഈ കോൺസെപ്റ്റിൽ നിന്നൊക്കെ വരും. നിങ്ങൾ ബാക്കിയുള്ള വീഡിയോസ്, ഞാൻ മെൻഷൻ ചെയ്തിരിക്കുന്ന വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ നമ്മുടെ സെഷനിൽ നിന്ന് വരും. ഞാൻ ഇതിൻ്റെ ലൈവ് ഡിസ്കഷനുമായിട്ട് എക്സാം കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് ഗൈസ്. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നല്ല കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ എക്സാം എഴുതാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.